അതിൻ്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് കുറച്ച് പേരെ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഞായറാഴ്ചയാണ്, പല നമ്മുടെ ഔട്ട് സെഷനുകളിലും മീറ്റിങ്ങുകളുണ്ട്. അതിൻ്റെ എല്ലാം ശേഷം കുറച്ച് പേരെ ശേഷിച്ചിട്ടുള്ളൂ. ചിലർ വെളിയിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്യാനുള്ളവർ നാളത്തേക്ക് എത്തത്തുള്ളൂ. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ പോയി. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ അടുത്ത 21 ദിവസത്തേക്ക് ദൈവത്തിൻ്റെ കൃപ ചോദിച്ച് അല്പസമയം പ്രാർത്ഥിക്കും. ദൈവം ഇന്ന് ഏൽപ്പിക്കുന്ന ഒരു ആലോചന അല്ലെങ്കിൽ ആലോചനകൾ നമ്മൾ ഏറ്റുവാങ്ങും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളിനെ ഇന്നത്തേക്ക് ഏൽപ്പിക്കുവാൻ ഒരു ദൈവാലോചന ദൈവം തന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വെളിപ്പാടാകാം, ദർശനമാകാം, ഒരൊറ്റ വാക്കാകാം, എന്തെങ്കിലും ഒന്ന് ദൈവമായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തിയിൽ ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ ഒരവസരമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം 20 മിനിറ്റ് ഒന്ന് കൂട്ടിക്കോ. ദയവായി എഴുന്നേറ്റാട്ടെ, മുന്നോട്ട് വന്നാട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കും. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ആരെങ്കിലും ദൈവം ഏൽപ്പിച്ചവരുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിന് മുമ്പിൽ നിൽക്കാൻ പോവാം. ഞാൻ ഇന്ന് രാവിലത്തെ മെസ്സേജിൻ്റെ സമയത്ത് ദൈവസന്നിധിയിൽ പറഞ്ഞായിരുന്നു, കർത്താവിനോട് പറഞ്ഞു, 21 ദിവസം കൊണ്ട്, അടുത്ത 21 ദിവസം കൊണ്ട് കർത്താവ് ചിലതൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യും. അത് എങ്ങനെ നമ്മളതിനെ പ്രയോജനപ്പെടുത്തിയെടുക്കണം. രാവിലെ എടുത്തത്, ദർശനമില്ലാത്തയിടത്ത് ജനം വഴിതെറ്റി നടക്കും. ദർശനം ഉള്ളയിടത്ത് അതിനെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായി വരും. ദൈവപ്രവൃത്തി എന്നും ലക്ഷ്യത്തോടുകൂടെയാണ്. ലക്ഷ്യമില്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഞാൻ ആരംഭ സമയം മുതലേ പറഞ്ഞു തുടങ്ങിയ ഒരു പ്രധാന ആശയമാണ്, ചില വ്യക്തികളെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ വ്യക്തിപരമായി ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ വേറെ ചിലരെ ദൈവം ഏൽപ്പിക്കുന്നത് കോർപ്പറേറ്റാണ്. ഒരാളിനെ കൊണ്ട് ചെയ്തു തീർക്കാൻ ഒക്കത്തില്ല. ഒരു ഗ്രൂപ്പിനെ ദൈവത്തിന് ആവശ്യമാണ്. അബ്രഹാമിനെ ഒറ്റയ്ക്ക് വിളിച്ച് ഇറങ്ങി വരാൻ പറഞ്ഞു, തന്നെ ഇറങ്ങി വന്നു. പക്ഷെ തന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം നിന്നെ ഒരു ജാതിയാക്കുമെന്ന. ഒരു ജാതിയാക്കുക എന്നത് ഒരു വർഷം കൊണ്ട് തീരുന്നതല്ല. അത് ഒരു വ്യക്തിയെ കൊണ്ട്, ഒരു പുരുഷായുസ് കൊണ്ട് തീരുന്നതല്ല. അതിന് ദീർഘസമയം വേണം. അതിനുവേണ്ടി ദൈവം തലമുറകളിൽ നിന്ന് അവിടെയും ഇവിടെയും ആളുകളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നു. ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അന്തം വരെ ദൈവം ആളുകളെ കണ്ടുകൊണ്ടിരുന്നു. ബേഥേലിനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ കോർപ്പറേറ്റാണ്. ഞാൻ കുറച്ച് ആരംഭം മുതൽ, ചിലർക്ക് അത് ആവർത്തനമാണ്, ഞാൻ അധികം നേരം എടുക്കത്തില്ല. എന്നാൽ ഒരു കാഴ്ചപ്പാടൊന്ന് ഇട്ടേച്ച് ദൈവവചനത്തിലേക്ക് മടങ്ങി വരും. ഞാൻ പറഞ്ഞു, എൻ്റെ ചെറിയ പ്രായത്തിൽ 11 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ട ദിവസം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊന്നുകൂടെ ഒന്ന് എഴുതണം, അല്ലെങ്കിൽ ഒന്ന് റിഫൈൻ ചെയ്ത് എഴുതണം എന്നിങ്ങനെ ഓർത്തു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എൻ്റെ അപ്പൻ്റെ വക പുരയിടത്തിൽ അതിനിടയ്ക്കൂടെ നടക്കുന്ന വഴികളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അന്ന് പലതുണ്ടായിരുന്നു. ആ നടവഴികളിൽ ഒന്നിൻ്റെ അടുക്കൽ ഞാൻ പോയിരുന്ന് കരഞ്ഞു. അല്ലാതെ എന്തോ ചെയ്യാനാണ്? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, 11 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതുവഴി നടന്നു വന്നു. ഞാൻ ആ മനുഷ്യനെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ദൂതനൊന്നും അല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ ആ മനുഷ്യനെ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, 2 പ്രാവശ്യം കണ്ടിട്ടില്ല. അദ്ദേഹം അവിടെ വന്ന് എന്നെ വിളിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയണമെന്ന് തോന്നിയില്ല. പറയാൻ എനിക്ക് അറിയാനും വയ്യായിരുന്നു. ഞാൻ നിന്ന് കരഞ്ഞു. അദ്ദേഹം രണ്ടാമത് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം അന്യഭാഷ സംസാരിച്ച് വ്യാഖ്യാനിച്ചാണ് പറഞ്ഞത്. കുഞ്ഞ് ഒരു പട്ടാളക്കാരനാണ്. ഞങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ മാതാപിതാക്കൾ 2 തല്ലിയാൽ പിള്ളേർക്ക് പറമ്പിൽ പോയിരുന്ന് കരയുന്ന പതിവാണ്. അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് എന്നിൽ നിന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു വാചകമാണ്, കുഞ്ഞ് ഒരു പട്ടാളക്കാരനാകും. കുഞ്ഞ് ദൈവത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പട്ടാളക്കാരനാകും. കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ടാകും. ആ ഉണർവിൽ ദൈവം കുഞ്ഞിനെ ഉപയോഗിക്കും. അത്രയുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പറഞ്ഞു കാണും, ഞാൻ അത്രയും ഓർക്കുന്നില്ല. അത് അന്യഭാഷയായിരുന്നെന്ന് പോലും എനിക്കറിയാൻ വയ്യായിരുന്നു. ഞാൻ വിചാരിച്ച ഇംഗ്ലീഷ് ഇടയ്ക്ക് പറയുന്നതെന്ന്. കാരണം എനിക്കന്ന് വരെ കേട്ടിട്ടില്ലാത്ത എന്തോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷാന്ന് കരുതി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് എൻ്റെ അപ്പച്ചൻ്റെ അനുജന്മാരിൽ ഒരാൾ ഈ സംഭവം അകലെ നിന്ന് കണ്ടിരുന്നു. കരിവരത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്താകുമെന്ന് വട്ടത്തിൽ നിന്ന് അവർ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയ കൂട്ടത്തിലാണ് ഈ മനുഷ്യനെ കണ്ടത്. മർക്കോച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ പിന്നെ കേട്ടു. അതെൻ്റെ ഉപ്പാപ്പൻ പറഞ്ഞു കേട്ടതാണ്. ആ വാചകങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പട്ടാളക്കാരനാകും, ദൈവത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പട്ടാളക്കാരനാകും, എൻ്റെ സമയത്തൊരു ഉണർവുണ്ടാകും. ഇത്രയൊക്കെ ദൈവം പറഞ്ഞു. തുടർന്നുള്ള പോക്കിൽ എനിക്ക് പട്ടാളമൊക്കെ ഭയങ്കര വിരോധമായിരുന്നു. അതിന് പ്രതികൂലമായി ഞാൻ നടന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയം എനിക്കില്ലായിരുന്നു.
പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി വാങ്ങിത്തരാമെന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ട് 10ാം ക്ലാസ് പാസ്സായി സെക്കൻഡറാബാദിൽ വന്നപ്പോഴാ ജോലി കിട്ടിയില്ല. പകരം കിട്ടിയത് പട്ടാളത്തിലാണ്. അങ്ങനെ ഞാൻ പട്ടാളത്തിൽ കയറി. ദൈവത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പട്ടാള സേവ ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ലോകത്തിൻ്റെ പട്ടാളം എനിക്ക് ഒത്തിരി ട്രെയിനിങ് തന്നു. അത് ഇന്നും പ്രയോജനപ്പെടുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇന്നും ആ ഡിസിപ്ലിൻ നന്നായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ 15ാമത്തെ വയസ്സിലായിരുന്നു അടുത്ത അറിയാവുന്ന ദൂത്. അതിൻ്റെ രത്നച്ചുരുക്കം, ഒരു ഉണർവുണ്ടാകും, ആ ഉണർവിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും, അത് ഭാരതത്തിലൊക്കെ കത്തും. ഇതായിരുന്നു ആ ദൂത്. ഒരു 18 വയസ്സായപ്പോഴാ ദൂത് വീണ്ടും ആവർത്തിച്ചു. അതിനുശേഷം എനിക്ക് വയസ്സ് ഓർമ്മയില്ല. ഉദ്ദേശം 25-26 വയസ്സ് കഴിഞ്ഞപ്പോഴേ വാര്യാപുരത്തെ യോഹന്നാച്ചായനിലൂടെ 24ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ച് വാര്യാപുരത്തെ യോഹന്നാച്ചായനിൽ കൂടെ ഏറെക്കുറെ ഇതേ ദൂത് ആവർത്തിച്ചു. പക്ഷേ യോഹന്നാച്ചായൻ അന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രവാചകനാണ്. അദ്ദേഹം ഒരു ദൂത് ഇങ്ങനെ പറഞ്ഞു: തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉണർവിൻ്റെ ജ്വാല കത്തിപ്പടരും, വടക്കേ ഇന്ത്യയിൽ നിന്ന് നശീകരണത്തിൻ്റെ വാൾ ഉയരും, വാൾ വെട്ടി തകർത്തുകൊണ്ട് പീഡനത്തിൻ്റെ വാൾ തെക്കോട്ട് യാത്ര ചെയ്യും, ഉണർവിൻ്റെ ജ്വാല കത്തി ദഹിപ്പിച്ചുകൊണ്ട് വടക്കോട്ട് യാത്ര ചെയ്യും, ഇവ തമ്മിൽ കൂട്ടിമുട്ടും, നശീകരണത്തിൻ്റെ വാളിനെ ഉണർവിൻ്റെ ജ്വാല ദഹിപ്പിക്കും, അന്ന് ഭാരതം സുവിശേഷീകരിക്കപ്പെടും, നീ അതിലൊരു ഭാഗമായിരിക്കും. യോഹന്നാച്ചായൻ ദൂത് പറയുന്നതൊക്കെ വളരെ വളരെ സ്പെസിഫിക്കാണ്. അന്നത്തെ സാഹചര്യത്തിൽ 100-200 പേര്, അതിൽ കൂടുതൽ ഒരു കൂട്ടം അദ്ദേഹത്തിന് കിട്ടാറില്ല. ഒരു മുറിക്കകത്ത് ഒരുമിച്ച് കൂടിയിരിക്കും. ഭയങ്കര റഷായിരിക്കും ആ മുറിക്കകത്ത്. അതിനകത്ത് എല്ലാവരും കൂടി ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുക. വലിയ മുറികൾ പെന്തക്കോസ്തുകാർക്കില്ല. വലിയ സ്ഥലങ്ങൾ അവർക്ക് മീറ്റിംഗ് നടത്താൻ കിട്ടത്തില്ല. അതുകൊണ്ട് കൊച്ചു സ്ഥലങ്ങളിൽ മീറ്റിംഗ് നടത്തുക. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. കൊച്ചു മുറികളിലൊക്കെ ആയിരിക്കും. 10-200 പേർക്ക് ഇരിക്കണമെങ്കിൽ 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു മുറിക്കകത്തായിരിക്കും 200 പേര്. ഭയങ്കര ക്രൗഡായിരിക്കും. അച്ഛനെ ചെയ്യാറുള്ളത്, താൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് നടക്കാവുന്നിടത്തോളം ആളുകളുടെ ഇടയിലോട്ട് നടക്കും. തൻ്റെ തോളത്ത് ഒരു ടർക്കി ടവലുണ്ട്, അതെടുത്ത് ഒരുത്തൻ്റെ തലയിലോട്ടും കയറി. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നല്ലേ പുതപ്പ് വീഴുന്ന തലയിൽ. ഞെട്ടി നോക്കും. ആ ദൂത വ്യക്തിയോടങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ തൂവലെ അങ്ങ് തിരിച്ചു കൊടുക്കണം, അച്ഛൻ വേറൊരുത്തൻ്റെ തലയിൽ കയറി. അങ്ങനെയായിരുന്നു അക്കാലത്തെ ദൂത്. എൻ്റെ തലയിൽ പുതപ്പ് വീണു. എന്നോട് ഈ ദൂത് പറഞ്ഞു. ഇത് പറഞ്ഞേച്ച് നേരെ അടുത്ത ദൂത് പാസ്റ്റർ PD ജോൺസനോടാണ് പറഞ്ഞത്. ആ ദൂതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ 2ാമത്തെ ദൂത് പറയുന്നത്. പാസ്റ്റർ PD ജോൺസൺ സ്റ്റേജിൽ തന്നെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കൈവച്ചുവെച്ചാൽ പറഞ്ഞേ: ഇരുണ്ട ഭൂഖണ്ഡത്തിലെ കിരാത രാജാവുമായി നിനക്കൊരു ഏറ്റുമുട്ടലുണ്ട്. അവിടെ വെച്ച് നീ അന്ത്യവിശ്രമം കൊള്ളും. നൈജീരിയയിൽ ഒരു കൺവെൻഷന് വേണ്ടി പോയ കൂട്ടത്തിൽ അവിടെ വെച്ചാണ് പാസ്റ്റർ PD ജോൺസൺ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇരുണ്ട ലോകത്തിലെ കിരാത രാജാവ്. ഇരുണ്ട ലോകമെന്നറിയുന്നത് ആഫ്രിക്കയാണ്. അവിടുത്തെ കിരാത രാജാവിൻ്റെ അറ്റാക്കിലാണ് താൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. സാരമില്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ നൈജീരിയയിലാണ്. അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ എന്തൊക്കെയോ ചെയ്യാൻ ആ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു. തുടർന്ന് വാര്യാപുരം യോഹന്നാച്ചായൻ 2 പ്രാവശ്യത്തിൽ കുറയാതെ ഈ പഴയ ദൂത് എന്നോട് ആവർത്തിച്ചു. തെക്ക് നിന്നും ഉണർവിൻ്റെ ജ്വാല, വടക്ക് നിന്നും നശീകരണത്തിൻ്റെ പീഡനത്തിൻ്റെ വാൾ, ഇതിനകത്ത് നീയും ഒരു ഭാഗവാക്കായിരിക്കും, ഞാൻ നിന്നെ ഉപയോഗിക്കും എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ വീണ്ടും എന്നോട് സംസാരിച്ചു. 2-3 ആവർത്തി സംസാരിച്ചു. കാലത്തിൻ്റെ പോക്കിൽ ദൈവം ഒരഭിഷേകം പലരുടെ മേൽ പകർന്നു. ആ കൂട്ടത്തിൽ 1970കളിൽ ഒരഭിഷേകത്തിൻ്റെ പകർച്ച ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് നിന്നോട്ടെ. ഞാൻ ചരിത്രമായി ഇതുവരെയും പറഞ്ഞു വരുന്നത് എന്തിനാണെന്നറിയാമോ? ഇരിക്കുന്ന ഓരോരുത്തർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, ഒരു കോർപ്പറേറ്റ് അനോയിൻറ്റിങ് നമ്മുടെ മേലുണ്ട് എന്ന് ഉറപ്പിക്കാനാണ് ഞാനിതിങ്ങനെ പറഞ്ഞു വരുന്നത്. 1970 ചേർന്ന് ഒരഭിഷേകം ഇന്ത്യയിൽ നടന്നു. ജോർജ് വെർബർ ഒരിക്കലും തെറ്റാത്ത തൻ്റെ ഓപ്പറേഷൻ വേൾഡ് എന്ന പുസ്തകത്തിൽ അത് ചേർത്തിട്ടുണ്ട്. ഇന്ത്യക്ക് ദൈവം ഉണർവിന് വേണ്ടി പ്രധാനമായും 2 സമയങ്ങൾ കൊടുത്തിരുന്നു. ഒന്ന് 1947. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ ഇന്ത്യക്കൊരു ആത്മസ്വാതന്ത്ര്യം കൂടെ ദൈവം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നമുക്ക് നടക്കാതെ പോയി. ചെറിയ തോതിലൊരു ഉണർവുണ്ടായി, അവിടെ കൊണ്ട് അതങ്ങ് തീർന്നുപോയി. പെന്തക്കോസ്തിൻ്റെ ഉണർവ് വ്യാപകമായി നടന്നില്ല. 2ാമത്തെ അവസരം ദൈവം കൊടുത്തിരുന്നത് 1970 മുതൽ 80 വരെയാണ്. 1970 മുതൽ 80 വരെ നടന്ന ശക്തിയേറിയ ഉണർവ് ഇന്ത്യയുടെ 2 സ്റ്റേറ്റുകളിൽ മാത്രമേ നേതാക്കന്മാരെ അനുവദിച്ചിറക്കി വിട്ടുള്ളൂ. അത്
ത്രിപുര, മണിപ്പൂർ മുതലായ സ്ഥലങ്ങളായിരുന്നു. ഈ 2 സ്റ്റേറ്റുകളിൽ 1970 ഉണർവ് തുടങ്ങുമ്പോൾ 0.2% ക്രിസ്ത്യാനിയെ ഉള്ളായിരുന്നു. ഒന്നുകൂടെ കേട്ടു, 0.2%, 1000-ൽ 2 ക്രിസ്ത്യാനി വീതമേ ഉള്ളായിരുന്നു. പക്ഷേ 10 വർഷം കഴിഞ്ഞു, 1980 ആയപ്പോഴേക്കും 85% അവിടെ ക്രിസ്ത്യാനികളുണ്ടായി. 10 വർഷം കൊണ്ട് 2 സ്റ്റേറ്റുകളുടെ 85% സുവിശേഷീകരിച്ചൊരു ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ആ ഉണർവ് വ്യാപരിച്ചില്ല. അനേക ഇടങ്ങളിൽ ആ ഉണർവ് ഉണ്ടായെങ്കിലും അതെല്ലാം തീർന്നുപോയി. ഞാൻ ഒരു ഉദാഹരണം പറയാം. ആരംഭത്തെങ്കിൽ ഉണർവുണ്ടാകുന്ന കൂട്ടത്തിൽ ഇന്ന് രാവിലത്തെ സഭായോഗത്തിന് ഇവിടെ വന്ന കർത്താവിൻ്റെ ദാസൻ ഒരു ഉണർവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിൽ ആദ്യം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച പണ്ഡിറ്റ് രമാഭായിയുടെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് എടുത്തു പറഞ്ഞു. പൂനെയിലെ അവരുടെ ഭവനത്തിൽ വെച്ച് ശക്തിയേറിയ ആത്മവ്യാപാരമുണ്ടായി. അടൂരിൽ അന്ന് അന്യഭാഷ സംസാരിച്ചു. ഇന്ന് രാവിലെ സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ ആ കാര്യം എടുത്തു പറഞ്ഞു. രമാഭായിയുടെ ഭവനത്തിൽ ഇതോട് ചേർന്ന് കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, ഞാനിപ്പോൾ സ്ഥലമൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ആരെയും മുറിപ്പെടുത്തേണ്ട, അതുകൊണ്ടാണ് പറയാത്തത്. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകം നടന്നു. അതിലെ ഒരു സ്ഥലം ഞാൻ തൊടാൻ പോവാം. ഒരു വീട്ടിനകത്ത് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അന്യഭാഷ അടയാളത്തോടുകൂടെ അവിടെ പരിശുദ്ധാത്മാഭിഷേകം നടന്നു. ആ വീടിൻ്റെ ഉടമസ്ഥൻ ഒരു ചൂരവടിയുമായി വന്ന് അന്യഭാഷ സംസാരിച്ചവരെ മൊത്തം പൊതിരത്തല്ലി. അതാ മലയാളം. എന്നിട്ട് പറഞ്ഞ് തിരിയാത്ത ഭാഷയും പെന്തക്കോസ്ത് ലോകവും ഇവിടെ അനുവദിക്കത്തില്ല. ഇന്ന സ്ഥലത്തിനൊരു ശിക്ഷയുണ്ട്. ഔദ്യോഗികമായി ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വികലാംഗരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആ സ്ഥലത്താണ്. 2, ഏറ്റവും കൂടുതൽ യങ് വിഡോസ്, ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞ് അവർ ചില നാളുകൾ ഒരുമിച്ച് പാർക്കുന്നതിന് മുന്നമേ ഒരു കുഞ്ഞാകുന്നതിനകം ഭർത്താവ് മരിച്ച യങ് വിഡോസ് ഏറ്റവും അധികമുള്ള പഞ്ചായത്ത് അതാ. ആ വീട്ടിൽ ഞാൻ പോയി മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. കാലത്തിൻ്റെ പോക്കിൽ തൻ്റെ പിതാമഹന്മാർ വരുത്തിവെച്ച ശാപമാണെന്ന് തിരിച്ചറിഞ്ഞ കൊച്ചുമക്കൾ ഈ വീടിൻ്റെ ശാപം അഴിയുമോ എന്ന് നോക്കുവാൻ പെന്തക്കോസ്തുകാർക്ക് ഈ വീട് ഫ്രീ ആയി വിട്ടുകൊടുത്തു. നിങ്ങൾ ഇവിടെ വന്ന് ഒരു ആരാധന നടത്താൻ പറഞ്ഞു. ആ വീട്ടിൽ കേഴ്സ് ബ്രേക്കിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയി. അന്നാണ് ഈ ഒഫീഷ്യൽ റിപ്പോർട്ട്സ് എനിക്ക് കിട്ടിയത്. തികഞ്ഞ ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ അടിച്ചമർത്തി 1970 നടന്ന ഉണർവിൽ ഇന്ത്യയിൽ ശിഷ്ടഭാഗങ്ങൾക്ക് പങ്കില്ലാതെ 2 സ്റ്റേറ്റുകൾ മാത്രമെടുത്തു. പക്ഷേ ആ ദിവസങ്ങളിൽ ദൈവം പലരെയും അഭിഷേകം ചെയ്തു. അന്ന് അഭിഷക്തരായവരാണ് ഇന്ന് ഇന്ത്യയുടെ ഉണർവിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ മിക്കവരും. അത് PG വർഗീസ് പോലും MA വർഗീസ് പോലും ആ കാലഘട്ടങ്ങളിൽ ദൈവം അവരെ ഒരു ശക്തി കൊണ്ട് അരമുറിക്കതാണ്. ഇന്ന് നിൽക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും ആ കാലഘട്ടങ്ങളിൽ അഭിഷേകം പ്രാപിച്ചവരാണ്. ഇതര പെന്തക്കോസ്ത് വിഭാഗങ്ങളിലും സ്ഥിതി അത് തന്നെയാണ്. ഞാനൊരല്പം കൂടെ മുന്നോട്ട് വരാൻ പോവാം. ബാംഗ്ലൂരിൽ എയർഫോഴ്സിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ വന്നത്. ഇവിടെ വരുന്നതിന് മുമ്പേ വാര്യാപുരം അന്നച്ചാരി എന്നോടൊരു ദൂത് പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഇതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നടത്തിയ വിധങ്ങളെന്നാൽ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ ഒരു നല്ല ഭാഗമുണ്ട്. ഞാൻ എന്തിനാ ഇന്ന് രാത്രിയിൽ ഇതുവരെ ഉപവസിച്ചിരിക്കുന്നവരോട് ഇന്ന് മുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവമായി പോകുന്നത്. MA വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് തന്നെ ഞാൻ ഒന്നുമില്ലാത്തവനാണ് നന്നായി അറിയാം. പക്ഷെ ദൈവത്തിന് എന്തോ തോന്നി, അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓൾറൈറ്റ്, അദ്ദേഹം പറഞ്ഞ ഒരു ദൂത് ഞാൻ ആവർത്തിക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ തെക്ക് എയർഫോഴ്സിലായിരുന്ന കാലത്ത് പറഞ്ഞതാണ്. ഞാൻ നിന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കേ ഭാഗങ്ങളിലേക്ക് മാറ്റും. അവിടെ നിന്ന് ഒരഭിഷേകത്തോടുകൂടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് മാറ്റും. തുടർന്ന് ഒരു ദൈവശക്തിയോടുകൂടെ ഞാൻ നിന്നെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് അയക്കും. അവിടെ നിന്ന് ലോകത്തിൻ്റെ തലസ്ഥാന നഗരിക്ക് അയക്കും. ഒടുവിൽ നിന്നെ തെക്കോട്ട് മാറ്റി ജോലിയിൽ നിന്നും വിടർത്തി ശുശ്രൂഷയിൽ നിർത്തും. എൻ്റെ ട്രാൻസ്ഫർ ബാംഗ്ലൂരിൽ നിന്ന് ആദ്യം കൽക്കട്ടയ്ക്ക് പോയി വടക്ക് കിഴക്ക്, രണ്ടാമത് രാജസ്ഥാനിൽ പോയി വടക്ക് പടിഞ്ഞാറ്, അതിനുശേഷം ഡൽഹിയിലേക്ക് വന്നു. അവിടുന്ന് ലോകത്തിൻ്റെ തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്ന ന്യൂയോർക്കിന് വിട്ടു, വാഷിങ്ടൺ DC വിട്ടു. അവിടെ നിന്ന് ഒടുവിൽ ബാംഗ്ലൂരിൽ തെക്കേ ഇന്ത്യക്ക് കൊണ്ടുവന്നു. ഇവിടെ ജോലിയിൽ നിന്ന് വിടർത്തി ശുശ്രൂഷയിൽ നിർത്തും. ഒടുവിലത്തെ പദം അത് എൻ്റെ ഉണർവിന് വേണ്ടിയായിരിക്കും. കഴിഞ്ഞു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാലഘട്ടമായി കൊച്ചിയിൽ താമസിക്കുന്നതായിരുന്നു എൻ്റെ ജീവിത താല്പര്യം. നീ ഇന്ത്യയിൽ ചോദിക്കുന്ന ഇടത്ത് നിനക്കൊരു ജോലി തരാം എന്ന് എന്നോട് പറയാൻ ആളുണ്ടായിരുന്നു, തരാൻ കഴിവുള്ള ആളായിരുന്നു. അതനുസരിച്ച് കെൽട്രോണിൻ്റെ ഡയറക്ടർ അന്നൊരു നമ്പ്യാർ സാറായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എഴുത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞ വാചകം, ഈ മനുഷ്യൻ്റെ എഴുത്ത് കയ്യിലുണ്ടെങ്കിൽ
നിനക്ക് ഏത് പോസ്റ്റ് വേണമെന്ന് തിരഞ്ഞെടുക്കുക, അത്ര തന്നെ, അതിൽ കവിഞ്ഞൊന്നുമില്ല, ഞാനത് തരാം. അങ്ങനെ കൊച്ചിയിൽ ഒരു ജോലി വേണമെന്ന് തീരുമാനിച്ചു. നമ്പ്യാർ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്പ്യാർ സാർ പുറകെ ആൾ വിട്ടു. അങ്ങയുടെ പിയൂണിനെ പറഞ്ഞു വിട്ടു, പോയി അവനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു ചെന്നപ്പോൾ പറഞ്ഞു, ഞാനത് പറഞ്ഞെങ്കിലും തിരുവനന്തപുരത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേരൊന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ആ ഗവൺമെൻറ് റൂളാണ്, അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേരൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഞാൻ വീണ്ടും ബാംഗ്ലൂർ വന്നു. എയർഫോഴ്സിൽ നിന്നൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തിരുവനന്തപുരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ കാർഡിൻ്റെ കോപ്പി നമ്പ്യാർ സാറിൻ്റെ കൊണ്ട് കൊടുത്തു. അദ്ദേഹം മേശയുടെ മുകളിലുള്ള കണ്ണാടി കീഴിൽ ഇത് കയറ്റി വെച്ചു. നീ ഇറങ്ങുന്ന അന്ന് എന്നെ വിളിച്ചേക്കാൻ പറഞ്ഞു. ആ വരുന്ന വരവ് സിസ്റ്റർ മേരി കോവൂരിനെ കണ്ടേച്ചാണ് പോരുന്നത്. സിസ്റ്റർ കോവൂർ പറഞ്ഞ വാചകം, വിദേശങ്ങളിൽ നിനക്ക് നല്ല ജോലി ഒരുങ്ങും, പക്ഷേ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ബാംഗ്ലൂർ തന്നെയാണ്. നീ ഇപ്പോൾ നിൽക്കുന്നയിടത്ത് ഒരു ശുശ്രൂഷ ആരംഭിക്കും, അത് ഒരു ഉണർവിന് വേണ്ടിയായിരിക്കും. കലക്ടർ ജോലി എടുത്തില്ല. അതിന് മുന്നമേ എനിക്ക് വിദേശത്തു നിന്നൊരു ജോലി വന്നു. അതും വിടാൻ ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട് വിട്ടു. പകരം ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഒരു ജോലി എനിക്ക് കിട്ടി. എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങി അതിനകത്ത് കൂടി. അവിടുന്ന് സമയത്തിൻ്റെ അതോടുകൂടെ സഭയുടെ ചുമതലയിൽ കൂടെ ഞാൻ വന്നു. സഭാ ചുമതലയിൽ വരുന്നത് തികച്ചും ആകസ്മികമെന്ന് പറയാം. അസംബ്ലീസ് ഓഫ് ഗോഡ് ബൈബിൾ സ്കൂളിൽ പോകാത്തവരെ എടുക്കാറില്ല, നോ, എടുക്കത്തില്ല. അസംബ്ലീസ് ഓഫ് ഗോഡ് ബൈബിൾ സ്കൂളിലെ ഗ്രാജുവേഷൻ ഇല്ലാത്തവരെ അംഗീകരിക്കത്തില്ല. പക്ഷേ ഗംഗാനഗറിൽ അന്നിരുന്ന കൊച്ചു സഭയിൽ മറ്റൊരാളിനെ കിട്ടാഞ്ഞ സാഹചര്യത്തിൽ തരാൻ അവർ തീരുമാനിച്ചു. ഞാൻ ഒരു വാചകവും കൂടെ അവിടെ ചേർത്തോട്ടെ. സിസ്റ്റർ മേരി കോവൂർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, 1983 ജൂൺ മാസം 1-ാമത്തെ ഞായറാഴ്ച ഞാൻ നിന്നെ ഒരു പുതിയ സഭയിൽ ശുശ്രൂഷയ്ക്കായി നിർത്തും, അത് ഒരു ഉണർവിന് വേണ്ടിയായിരിക്കും. നിന്റെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ തുടരും. നീ ഇൻകം ടാക്സിൻ്റെ ലോവസ്റ്റ് സ്ലാബിൽ അസസ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ജോലി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കും. 1983 മെയ് മാസത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ച ഗംഗാനഗർ ചർച്ചിൽ വന്ന് ചുമതല എടുക്കാൻ എന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചുമതലപ്പെടുത്തി. ദൂത് ജൂൺ മാസത്തിൻ്റെ 1-ാം ഞായറാഴ്ച എന്നായിരുന്നു. പക്ഷെ മെയ് മാസത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ച ജൂണിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിന് ഇടയ്ക്കായി 1-ാം തീയതി വരുന്നത്. അതുകൊണ്ട് ഏറെക്കുറെ അങ്ങ് അടുത്തല്ലോ ആകാം എന്ന് ഞാൻ ഓർത്തു, വരാമെന്ന് സമ്മതിച്ചു. ശനിയാഴ്ച രാത്രിയിൽ ഒരു മെസ്സേജ് വീട്ടിൽ വന്നു. അന്നത്തെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ടി സി ജോർജ് പറഞ്ഞയച്ചതായിട്ടാണ് വന്നത്, പോകണ്ട, അവിടെ വേറെ ആൾ വന്നെന്ന്. അങ്ങനെ ഞാൻ ഗംഗാനഗർ വന്നില്ല. തിങ്കളാഴ്ച രാവിലെ എന്നെ വിളിച്ചു വെച്ച് എന്താ വരാൻ. ഞാൻ പറഞ്ഞു വരണ്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞയച്ചു. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. മറ്റേയാൾ വന്നില്ല, വരത്തുമില്ല, അതുകൊണ്ട് പാസ് നീ തന്നെ വരണം. ജൂൺ മാസം 1-ാമത്തെ ഞായറാഴ്ച ചാർജ് എടുത്തു. ദൈവം നടത്തുന്ന ദൈവത്തിൻ്റെ വഴികളാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉണർവിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഒരുപാട് ഘട്ടങ്ങളിൽ കൂടെ ദൈവം നടത്തി. ഇനി വ്യക്തിപരമായ കുറേ അനുഭവങ്ങളിലേക്ക് കയറുക. ഒരിക്കൽ നമ്മുടെ ചർച്ചിൽ ഒരു വർഷം ഒരു 200ഓളം സ്നാനം നടന്നു. ഈ ബാംഗ്ലൂരിൽ വെറും ഒരൊറ്റ സഭയ്ക്കാരും ഒരു അനുഭവമില്ലായിരുന്നു. അത് ഒരു വലിയ കാര്യമായി ഞാൻ തന്നെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ദൈവാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ ഒരു വർഷം 200 പേരെ വീതം സ്നാനപ്പെടുത്തിയാൽ ഇത്രയും ആൾത്തിരക്കുള്ള ഈ പട്ടണത്തിൽ നിന്റെ പുരുഷായുസ് കൊണ്ട് നീ എന്ത് ചെയ്യും? അന്നാണ് 200 എന്ന് പറയുന്നത് ഒന്നുമില്ലെന്നുള്ളത് മനസ്സിലായത്. തുടർന്ന് അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സുവിശേഷ വേല ആരുടെയും കുടുംബ വകയല്ല, ഒന്ന് ശ്രദ്ധിച്ചു, ഇത് ഒരു സമൂഹത്തിൻ്റെ വകയാണ്. നിന്നെപ്പോലെ ശുശ്രൂഷിക്കുന്ന കുറേ പേരെ എഴുന്നേൽപ്പിക്ക്, ഞാൻ കോർപ്പറേറ്റ് മിനിസ്ട്രിയുടെ ആവശ്യത്തെ തൊടുക. നിന്റെ മേലൊരു അഭിഷേകം തരും, അത് പലരുടെ മേൽ പകരെ. അവർ ഒരുമിച്ച് ചേർന്നാൽ ഒരു ഉണർവ് നടക്കും. ഒരു ഉണർവിന് വേണ്ടി ദൈവം നമ്മെ വേർതിരിച്ചെങ്കിൽ പലരും ഒരുമിച്ച് ചെയ്യുവാൻ ദൈവമാക്കിയതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. മാസത്തിൻ്റെ 2-ാമത്തെ ശനിയാഴ്ച ചേർന്ന് വെള്ളിയും ശനിയും ഉപവസിക്കുക എന്നൊരു സിസ്റ്റം നമ്മൾ ആരംഭിച്ചു. ഞാനത് ആരംഭിക്കാനുള്ള കാര്യം, ഞാൻ ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നതുകൊണ്ട് സെക്കൻഡ് സാറ്റർഡേ അവധിയായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്തിൽ വളരുന്ന, ഇന്ന് ഇന്ത്യയിൽ വളരുന്ന മിക്ക സഭകൾക്കും സെക്കൻഡ് വീക്ക് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. തുടങ്ങിയത് നമ്മളാണ്. 1984 തുടങ്ങിയത് സെക്കൻഡ് വീക്ക് ഫാസ്റ്റിംഗ് പ്രെയർ. ഇന്ന് ഇന്ത്യയിൽ മിക്ക ഇടങ്ങളിലുമായി നമ്മളാണ് തുടങ്ങിയത്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. എനിക്ക് ഉപവസിക്കാൻ ഭയമുള്ള ആളായിരുന്നു. എന്നാൽ 23-ാമത്തെ വർഷമാണ് ഇന്ന് നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ ഇവിടം വരെ കൊണ്ടുവന്നു. ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലെ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് എന്നെയും കൂടെ അയച്ചു. ഈ ചർച്ചിൽ നിന്ന് പലരെ അയച്ചു. നമുക്കൊരു ഹെറിറ്റേജ് ഉണ്ട്. ഞാനതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് കഴിഞ്ഞ വർഷം മുതൽ പറയാൻ തുടങ്ങി. ഞാനതിനകത്തെ 1-2 ആശയങ്ങൾ മാത്രം തൊടാം. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞതാണ്. അമേരിക്കയിൽ വെച്ച് പാസ്റ്റർ അനിയൻ കുഞ്ഞെന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ എന്നോടൊരു ദൂത് കഴിഞ്ഞ വർഷം പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ
ഒരാഴ്ചയെ കവിയുന്ന, അല്പം നീണ്ടു നിൽക്കുന്ന എ ലോങ് വീക്ക്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ ലോങ് വീക്കെൻഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമുണ്ട് 3 ദിവസം അവധി ഒരുമിച്ച് കിട്ടുക എന്ന്. അദ്ദേഹം പറഞ്ഞ ലോങ് വീക്ക് ഓഫ് ഫാസ്റ്റിംഗ്, എ ലോങ് വീക്ക് ഓഫ് ഫാസ്റ്റിംഗ്. ഒരു 10 ദിവസം എൻ്റെ ഹൃദയത്തിൽ തോന്നി ചർച്ചിന് വേണ്ടി വെക്കണം. അതിനകത്ത് ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുപാട് രോഗശാന്തികൾ നടക്കും. തുടർന്ന് ആണ്ടുതോറും 2 ആഴ്ച വീതം ഒരേ സമയം വേർതിരിച്ച്, നമ്മൾ വേർതിരിച്ചിരിക്കുന്ന സമയമായത്, ഓരോന്നിനും പോരാട്ടമുണ്ട്. നമ്മൾ 23 വർഷമായി വേർതിരിച്ചിരിക്കുന്ന സമയമാണ്. മെയ് മാസം 2ാമത്തെ ഞായറാഴ്ച നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പീരീഡ് തീരണം. അന്ന് ദൈവാലോചന പ്രകാരം വേർതിരിച്ചതാണ്. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ പിശാച് അതിൻ്റെ മേൽ അറ്റാക്ക് ചെയ്തിരിക്കും. അതിൻ്റെ അർത്ഥം പിശാച് ജയിക്കുമെന്നല്ല, ഒത്തിരി നാൾ അറ്റാക്ക് കാണിച്ചേച്ച് അങ്ങ് പോവും, അത്രേ ഉള്ളൂ. അങ്ങനെ നിയമിക്കപ്പെട്ട പ്രത്യേകം വേർതിരിക്കപ്പെട്ട സമയം എല്ലാ വർഷവും 2 ആഴ്ച വീതം നടക്കണം. എന്നാൽ ഈ വർഷത്തെ, അതായത് 2012 ഉപവാസ പ്രാർത്ഥന വലിയ ചേഞ്ചിങ് പോയിൻ്റ് ആയിരിക്കും. ഉണർവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആളുകളെ ദൈവം കണക്ട് ചെയ്യും. ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ഇതിനകത്ത് പങ്കെടുത്ത സകലർക്കും അറിയാം, ഇതിനു മുമ്പ് ഒറ്റ വർഷം പോലും നടക്കാത്ത പ്രത്യേക വിടുതലുകൾ നടന്നു. ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇറ്റ്സ് എ കോർപ്പറേറ്റ് അനോയിൻറ്റിങ്. അഭിഷേകത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടം വരെ എത്തി. വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവരും ദൈവത്തിന് ഉപയോഗിക്കാനുള്ളവരുമായ ആളുകളെ ദൈവം ഒരുമിച്ച് ചേർത്ത് നമ്മോടുകൂടെ തരികയാണ്. ഇതിനിടയ്ക്ക് എല്ലാത്തിനും തിരിച്ചടി ഉണ്ടാകും. പിശാച് സകലതിൻ്റെ മേലും അറ്റാക്ക് ചെയ്യും. പക്ഷെ ഒന്നും നമ്മെ ജയിക്കയില്ല. കാര്യം പിശാച് നമ്മുടെ കാൽ കീഴെ ഞെരിഞ്ഞ് അമർന്നിരിക്കും. അത് ദൈവത്തിൻ്റെ വിധിയാണ്, അത് ദൈവിക നിയമമാണ്. ഇന്ന് ദൈവിക നിയമനത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ തീർത്തും തികച്ചും അറിയേണ്ട ഒന്ന്, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. ഇതിനിടയ്ക്ക് ദൈവത്തിനുമല്ല പിശാചിനുമല്ല ഞാൻ എൻ്റെ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരെ വിട്, അവരെ ആർക്കും പ്രയോജനപ്പെടത്തില്ല. പിശാചിൻ്റെ വകയും ഇടയിൽ വന്ന് കയറാൻ ശ്രമിക്കും. നാം അന്യോന്യം അറിയുവാൻ, ദൈവത്തിനുള്ളവരെ തിരിച്ചറിയുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കാം. ദൈവം വലിയത് ചെയ്യും. ഇറ്റ്സ് എ കോർപ്പറേറ്റ് അനോയിൻറ്റിങ്. ഒരാളിനെ കൊണ്ട് ചെയ്യാവുന്നതല്ലിത്. ഇതൊരു സഭയുടെ പുനരുത്ഥാനമാണ്. ഒരു സഭയുടെ മാത്രമല്ല, ഇത് പട്ടണത്തിൻ്റെ പുനരുത്ഥാനമാണ്. ഈ പട്ടണത്തിൻ്റെ മാത്രമല്ല, ഇത് ഭാരതത്തിൻ്റെ പുനരുത്ഥാനമാണ്. ഇതിനു വേണ്ടി നിൽക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിച്ചെങ്കിൽ അരയും തലയും മുറുക്കാം, ജീവിതം ഇതിൻ്റെ മുമ്പിൽ എറിഞ്ഞേൽപ്പിക്കാം. ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും. ഞാൻ ഈ ഒരു മുഖപുര ഇത്രയും നീട്ടി പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? 2ാമത്തെ 21 സെക്ഷൻ നമ്മൾ കയറുകയാണ്. ഇതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇതിനിടയ്ക്കാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഇന്ന് രാവിലെ വരാഞ്ഞവർ എത്ര പേരുണ്ട്? ഞാൻ അവരുടെ കയ്യൊന്ന് കണ്ടിട്ട്. ഇന്ന് രാവിലത്തെ സെക്ഷനിൽ ഫസ്റ്റ് സർവീസിൽ വരാഞ്ഞവർ എത്ര പേരുണ്ട്? ഞാൻ കയ്യൊന്ന് കണ്ടോട്ടെ. കുറച്ച് പേരുണ്ട്. ഞാനതിൻ്റെ രത്നചുരുക്കം മാത്രം 5 മിനിറ്റിന് താഴെ പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു ലക്ഷ്യബോധത്തോടെ ജനം പോകുവാൻ, ജനത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞു. ദൈവം ഒരു അഭിഷേകം പകരുന്നതിൻ്റെ പിമ്പിൽ, ദൈവം ഒരു ജനതയെ ഉയർത്തി നിർത്തുന്നതിൻ്റെ പിമ്പിൽ നാം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. ദുഷ്ടയുദ്ധം ചെയ്യുവാൻ തന്നെ ദൈവം വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. നമ്മിൽ പലരും സാക്ഷ്യം പറയുകയാണെങ്കിൽ ഒത്തടത്തോളം ഓടി, ബലഹീനതയോടെ ഓടി എന്നൊക്കെ പറയത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാചകം അതല്ല. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മിൽ അനേകർ പറയുമ്പോൾ സാഹചര്യങ്ങൾ വല്ലാതെ ഉപദ്രവിച്ചപ്പോൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിയെന്ന് പറയും. ഒരു ദിവസം വല്ലാത്ത പ്രതിസന്ധി വന്നപ്പോൾ ഒന്ന് വീണു. സത്യമാ, പൗലോസ് പറഞ്ഞു, നോ, എൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു. മരിക്കുന്ന സെക്കൻഡിലല്ല പറയുന്നത്, സമയം പിന്നെയും തൻ്റെ മുമ്പിൽ കിടക്കുക, തികച്ച് കഴിഞ്ഞു, ഇനി അലവൻസ് ടൈം ബാക്കിയുണ്ട്. എവിടെങ്കിലും ഒരു ബ്രഷിംഗ് അപ്പ് വേല വേണമെങ്കിൽ അതും കൂടെ ചെയ്യാനുള്ള സമയമുണ്ട്. അതിനകത്ത് ഞാൻ ലേഖനം എഴുതുക. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. എന്താണ് കാരണം? താൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ദൈവം ഒരു ദർശനം തന്നു. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ദൈവം അനേകരെ വീണ്ടെടുക്കുന്നത്, വിടിവിക്കുന്നത്, സംസാരിക്കുന്നത് ഒരു ദർശനത്തിലൂടെയാണ്. ദർശനമെന്ന വാക്കിൻ്റെ അർത്ഥം സ്വപ്നമെന്നല്ല. സ്വപ്നത്തിൽ ദർശനം ഉൾക്കൊള്ളാം. ദർശനമെന്ന വാക്കിൻ്റെ അർത്ഥം പ്രവചനമെന്നല്ല. പ്രവചനത്തിൽ ദൈവിക ദർശനം ഉൾക്കൊള്ളാം. ദർശനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം ഇടുന്ന ഏതോ ഒന്നാണ്. ദർശനങ്ങളെന്ന വിഷയത്തെക്കുറിച്ച് പണ്ടൊരിക്കൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാലും മായാതെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഈ മുള്ളുപോലെ പിടിച്ചു കിടക്കുന്ന ചില ചിന്തകൾ ചിലരുടെ ഉള്ളിൽ വരും. അത് ദൈവമേൽപ്പിച്ച ദർശനങ്ങളാകാം, പിശാച് കൊടുത്ത ദർശനങ്ങളുമാകാം.
നമ്മെ ഏൽപ്പിക്കുന്ന ദർശനങ്ങൾ ദൈവികമെന്ന് വിശ്വസിക്കുന്നതിനാൽ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം കണ്ടാൽ മതി. അകത്തിൻ്റെ അകത്ത് ഉടക്കി പിടിച്ച് കിടക്കുന്ന ചിലത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അത് ഭാരത സുവിശേഷീകരണമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചർച്ചിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ സാധിച്ചു. തുടർന്ന് രാവിലെ ചിന്തിച്ചു, ദർശനമില്ലാത്ത ഇടത്ത് ജനം മര്യാദ വിട്ട് നടക്കും. ജനത്തിന് ഇല്ലാതെ വന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച്, ചില കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമം പറയുന്നു. ഒന്ന്, ദർശനം ഏറെയില്ല, വചനം ദുർലഭമായി. ജനം ദൈവത്തിൻ്റെ വഴി വിട്ടു. വേറൊന്ന്, ഇസ്രായേലിൽ രാജാവില്ലാഞ്ഞ കാലം ഓരോരുത്തരും അവനവന് ബോധിച്ച പോലെ നടന്നു. ലീഡർഷിപ്പ് ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവസഭയുടെ ഭാഗമാണ്. അഭിഷേകം ദൈവത്തിൻ്റെ ഭാഗമാണ്. ദർശനങ്ങൾ ദൈവത്തിൻ്റെ ഭാഗമാണ്. വചനം ദൈവത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ വചനവും ലീഡർഷിപ്പും ഒരു അഭിഷേകവും ഒരു കാഴ്ചപ്പാടും കൂടെ ഒരുമിച്ച് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഈ നിങ്ങളെക്കൊണ്ടും എന്നെക്കൊണ്ടുമാണ് ഈ ബാംഗ്ലൂരിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്യിക്കാൻ പോകുന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അംഗസംഖ്യ നമ്പരും ഇന്ന് ഈ പരിസര സ്ഥലത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ ജീവനോടിരിക്കുന്ന മറ്റേത് മലയാളിയേക്കാളും, ഈ കാലഘട്ടങ്ങളിൽ ജീവനോടിരിക്കുന്ന മറ്റേത് സാമാന്യ ലീഡേഴ്സിനേക്കാളും ഉപരി യേശുവിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞു എന്നത് നമ്മുടെ പദവിയാണ്. നമ്മുടെ പദവിയാണ്. ഞാൻ ആ ഒരു ഭാഗം അത്രയും മാത്രം പറഞ്ഞു വിടാം. കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ നടന്ന കോൺഫറൻസിൽ പോയി പങ്കെടുക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആ കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള യോഗ്യതകൾ, നമ്പർ 1, 45,000 മെമ്പേഴ്സ് എങ്കിലും ഉള്ള ഒരു സഭയുടെ പാസ്റ്ററായിരിക്കണം. നമുക്കൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. ലോകത്തിലെ സാധാരണ സഭകളെല്ലാം അതിൽ കൂടുതലുള്ളതാണ്. നാം ശുശ്രൂഷ കണ്ടില്ല, അല്ലെങ്കിൽ ആത്മപ്രവൃത്തി കണ്ടില്ല, അതുകൊണ്ട് നമുക്കിങ്ങനെ തോന്നിപ്പോകാം. ഒന്ന്, 45,000 മെമ്പേഴ്സ് എങ്കിലുമുള്ള സഭയുടെ പാസ്റ്ററായിരിക്കണം. അല്ലെങ്കിൽ 1,00,000 ആളുകളെ എങ്കിലും കർത്താവിലേക്ക് നയിച്ചതിന് വ്യക്തമായ തെളിവുണ്ടായിരിക്കണം. 2, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 5,000 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം ചർച്ച്. ഈ 2 യോഗ്യതകളെങ്കിലും വേണം. ഈ രണ്ടാമത്തെ യോഗ്യത കണ്ടുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. അവർ ചുമ്മാ അങ്ങ് വിളിക്കുന്നൊന്നുമല്ല, ഓൺ ദ സ്പോട്ട് പോയി വെരിഫിക്കേഷൻ നടത്തി. ന്യൂയോർക്കിലെ നയാക് കോളേജിൻ്റെ ഡയറക്ടർ ഇവിടെ വന്നിരുന്നു. ഈ ചർച്ചിനകത്ത് വന്ന് കണ്ടേച്ചാ, ഇവിടെ വന്ന് കണ്ടേച്ചാ, ഇവിടുത്തെ സഹോദരന്മാർ അദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്തത്. ഇവിടെ വന്ന് കണ്ടേച്ചാ, ഓൺ ദ സ്പോട്ട് വെരിഫിക്കേഷൻ എടുത്തേച്ചാ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ദൈവം നമ്മെ ഉപയോഗിച്ചു, കഴിഞ്ഞ വർഷങ്ങളിൽ ഉപയോഗിച്ചു. ഈ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് മാറാൻ പോകാം. ഓർക്കുന്നു, ശനിയാഴ്ചയും വെള്ളിയാഴ്ചയുമായി പരിശുദ്ധാത്മാവ് ഇവിടെ അറിയിച്ച പ്രത്യേക ആലോചന, സഭ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് മാറുകയാണ്. ആ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് കയറുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്നെൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ പേർ. നമുക്ക് ഒരു അഭിഷേകം വേണം, ഒരു മോട്ടിവേഷൻ വേണം, ഒരു കാഴ്ചപ്പാട് വേണം. എന്തായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട്? വ്യക്തിപരമായ ആവശ്യങ്ങൾ നിശ്ചയമായി നമ്മുടെ ആവശ്യമാണ്. നമ്മളത് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചിരിക്കും. അതിനേക്കാൾ വലുത് സുവിശേഷീകരണത്തിൻ്റെ ആത്മാവിനെ ദൈവം ഈ ദേശത്ത് തരണം. ഈ പട്ടണത്തെ കർത്താവിന് വേണ്ടി സ്വതന്ത്രമായി വേർതിരിക്കണം. ഇത് വേർതിരിയണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. നമ്മുടെ മെയിൻ പ്രാർത്ഥന പോയിന്റ്സ് ഇന്ന് പ്രൊജക്റ്റ് ചെയ്ത് നമ്മളത് കാണും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിനു മുമ്പ് ചില മിനിറ്റുകൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് എടുക്കും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയേക്കാൾ ഒട്ടും താഴെയല്ല. കാര്യം നമ്മെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ഈ ഒരു ഫ്രെയിം വർക്ക് വേണം. ഇതിനകത്ത് നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലീഡർഷിപ്പ് ഇല്ലാതെ ദൈവം ഇന്ന് വരെയും ആരെയും കൊണ്ടുപോയിട്ടില്ല. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്ന സാഹചര്യം ദൈവികം അല്ല. ഇസ്രായേലിൽ രാജാവില്ലാഞ്ഞ കാലത്ത് ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അക്കാലത്താണ് ദേശത്തെ ഏറ്റവും വലിയ നാശം സംഭവിച്ചത്. 2, വചനമേറെയില്ലാഞ്ഞ കാലം ജനം വഴിതെറ്റിപ്പോയി. നമുക്കത് വരാതിരിക്കട്ടെ. 3, വെളിപ്പാടില്ലാഞ്ഞ ഇടത്ത് ജനം ചെതറി മാറി. നമുക്കത് വരാതിരിക്കട്ടെ. നാം മോട്ടിവേറ്റഡ് ആയിരിക്കട്ടെ. ചാടി നടക്കുവാനല്ല, പകരം ദൈവഹിതപാദത്തിൽ താണിരിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ദൈവവൈതലെ നമുക്കിത് ചെയ്തെടുക്കാം. ഉപവാസം എന്നതുകൊണ്ട് നാം പകുതി ഭൂമിയിലും പകുതി ദൈവത്തോടും കൂടെ വസിക്കുന്നു എന്ന ആശയമാണ് ഉപവാസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആഹാരം വെടിയുന്നത് അതിനകത്ത് ഒരു ഭാഗമാണ്. ലോകത്തിലോട്ട് ഇറങ്ങിപ്പോകാതെ നമ്മുടെ സമയം ദൈവവുമായി വേർതിരിക്കുക എന്നതാണ് പദത്തിൻ്റെ പ്രത്യേകത. ഉപവസിക്കാൻ വന്ന ദൈവവൈതലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ത്യാഗം ചെയ്തേ മതിയാകും. ഞാൻ സ്വയം തിരിഞ്ഞിരുന്ന് ആലോചിക്കും, ഇവിടെ വന്ന് മീറ്റിങ്ങും കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ എനിക്ക് കഴിയും. ദൈവം കൃപയാൽ അങ്ങനെ ഒരു അന്തരീക്ഷം തന്നു. അതുകൊണ്ട് എൻ്റെ ത്യാഗം തന്നെ കുറവാണ്. ഞാനിതിനകത്ത് വലിയ ത്യാഗം അനുഭവിക്കുന്നില്ല.
പക്ഷെ പലയിടങ്ങളിൽ നിന്നും വീട് വിട്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ പലരും ത്യാഗം അനുഭവിക്കുന്നുണ്ട്. ത്യാഗം അനുഭവിപ്പാൻ ദൈവം തന്നൊരു സാഹചര്യം സൗകര്യങ്ങൾക്ക് വേണ്ടി കൈമാറരുതേ എന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. യു ഷുഡ് നെവർ ട്രേഡ് ഇറ്റ് ഔട്ട്. മനസ്സിലായോ? സുഖങ്ങൾക്ക് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിപ്പാൻ ദൈവം തന്ന അവസരം കൈമാറരുതേ. ദൈവം അത് തന്നെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഏൽപ്പിക്കപ്പെടാം. ദൈവം ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ മുഖഭാവം മാറ്റി പലരെ ഇവിടെ നിന്ന് ശക്തിയോടെ എഴുന്നേൽപ്പിക്കും. ഇനി ഞാൻ തിരുവചനത്തിലേക്ക് കയറുവാൻ, ഞാൻ ഈ 22 ദിവസം നടക്കേണ്ട, 21, 22 ദിവസം നടക്കേണ്ട ആ ഉപവാസത്തെക്കുറിച്ച് ചില ആശയങ്ങൾ തന്ന ശേഷം ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ, എനിക്കൊന്ന് തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഞാൻ ദാവീദ് കയറിയ ഒരു മലയെക്കുറിച്ച് തൊട്ടിരുന്നു. തിങ്കളാഴ്ച അല്ലായിരുന്നു എടുത്തത്, ആയിരിക്കണം അല്ലേ? അതെ, കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ. ഈ തിങ്കളാഴ്ച നാളെ മറ്റൊരു കർത്താവിൻ്റെ ദാസനായിരിക്കും, പാസ്റ്റർ എൻ പീറ്റർ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചും 1-2 വാചകം പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്ററാണ് പാസ്റ്റർ എൻ പീറ്റർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞാൻ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾ കൂടുന്ന കൂട്ടങ്ങൾ പലതുണ്ട്. ഞാൻ അതിൻ്റെ കാര്യം അല്ല തൊട്ടേ, ഞാൻ സഭ എന്ന് പറഞ്ഞാൽ സഭയെന്ന് അർത്ഥമാക്കുന്നത്. ആൾ കൂടുന്ന കൂട്ടായ്മകൾ പലതുണ്ട്. അതിൻ്റെ കാര്യം അല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ, തിരുവചനത്തിൻ്റെ വ്യവസ്ഥയിൽ കെട്ടുപണി ചെയ്യപ്പെട്ട സഭകളുടെ കാര്യമാണ് ഞാൻ തൊടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ, സീനിയർ പാസ്റ്ററാണ് അദ്ദേഹം. ഏതാണ്ട് 3500 ആളുകൾ അവർക്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞാനവിടെ പലപ്പോഴും പോകാറുണ്ട്. ഈ വർഷവും ഞാൻ പോകുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ 2 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് അവരുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പോകാം. നമ്മൾ പടവെട്ടുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി പടവെട്ടുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ കണ്ട കൊല്ലും എന്ന സാഹചര്യത്തിൽ നാളുകൾ പോയി. ഇന്നും അദ്ദേഹം വാങ്ങിച്ച ഒരു ഭൂമി, ചർച്ചിന് വേണ്ടി വാങ്ങിച്ചത്, അക്രൈസ്തവർ കയ്യേറി കിടക്കുകയാണ്. ഇന്നും റിക്കവർ ചെയ്തിട്ടില്ല. അതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന പലരുമുണ്ട്. പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന ആത്മീയരിൽ ഒരാളായി, സുവിശേഷ പ്രചരണങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹം ഇവിടെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്, എൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നത് പോലെയല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഒന്ന്, താനൊരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണ്. താനൊരു ബൈബിൾ സ്കൂൾ പ്രൊഡക്റ്റാണ്. 3, ഒരു വലിയ സഭയുടെ സീനിയർ പാസ്റ്റർ ആയതുകൊണ്ട് സഭയെ കെട്ടുപണി ചെയ്യാനുള്ള ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. 3, ഒടുവിലായി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് 100 സഭകളിൽ കുത്തലിഞ്ഞ് നടക്കുന്ന പലതും കണ്ട് സഭയുടെ വീഴ്ചകൾ അറിയാവുന്ന മനുഷ്യനായതുകൊണ്ട് അതിനകത്ത് തകരാതിരിക്കുവാൻ ആവശ്യമുള്ളത് പറഞ്ഞു തരും. 1, 2, 3 ദിവസം അദ്ദേഹമുണ്ട്. തുടർന്ന് പാസ്റ്റർ ഡിക്സൺ ആയിരിക്കും വരുന്നത്. ഡിക്സൺ പാസ്റ്റർ PG വർഗീസിനോട് ചേർന്ന് വടക്കേ ഇന്ത്യയിൽ ബൈബിൾ ക്ലാസ് എടുക്കുകയും ഡെലിവറൻസ് മിനിസ്ട്രി നടത്തുകയും ചെയ്യുന്ന മനുഷ്യനാണ്. PG കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞങ്ങളുടെ സീനിയർ ലീഡേഴ്സിന് ക്ലാസ് എടുക്കാൻ ഞാൻ MA വർഗീസിനെ വിളിക്കും. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഇവിടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. കാരണം കെട്ടുറപ്പുള്ള ഒരു സഭ കൊണ്ടുവരുവാൻ, കുറേ ആളുകളെ കൂട്ടി കാശ് വിരിച്ച് പോക്കറ്റിലിട്ടേച്ച് സോറി നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നതല്ല ഒരു കെട്ടുറപ്പുള്ള ദൈവസഭ. അതിനകത്ത് വ്യവസ്ഥയുമില്ല, പ്രമാണവുമില്ല. എന്നാൽ ഒരു കെട്ടുറപ്പുള്ള സഭയ്ക്ക് അതിൻ്റെ വ്യവസ്ഥയും പ്രമാണവുമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ വരവ് വരെ നിലനിൽക്കേണ്ടതാണ്. കെട്ടുറപ്പുള്ള സഭകളെ ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന 2 കർത്തൃദാസന്മാരാണ് ഇവർ 2 പേരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് ക്ലാസ് എടുക്കാമെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ ദൈവത്തിന് തിരിഹിതമായി ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി തിയോളജിയേക്കാൾ കവിഞ്ഞ് ആത്മസാന്നിധ്യം വിടാതെ വേണം ദൈവിക വിടുതലിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. വടക്കേ ഇന്ത്യയിലെ വേല നടക്കണമെങ്കിൽ ഇതില്ലാതെ ഒക്കത്തില്ല. രോഗികളുടെ വിടുതലും വിമോചനവും ജീവിതത്തിൻ്റെ വിടുതലും മുതൽ കെട്ടുറപ്പുള്ള സഭ വരെ ക്ലാസ് എടുക്കുവാൻ കഴിയുന്നവരായിരിക്കും അവർ. ഈ ആഴ്ച ദൈവം നമ്മെ ഉപയോഗിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഇവിടെ ദാവീദ് കയറിയ മലകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേർത്ത് പറയുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന് അന്ന് സമയം കിട്ടാഞ്ഞതുകൊണ്ട് നിർത്തിപ്പോയ ഒരു ഏരിയയിലേക്ക് പോകുകയാണ്. പലർക്കും അറിയാവുന്നതാ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ ദയവായി വായിക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യബ്ബേസിൻ്റെ പ്രാർത്ഥനയാണിത്. ദുഃഖപുത്രൻ എന്നാണ് യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം. വാക്യം മറിക്കരുതേ, അടുത്ത വാക്യം കൂടെ നമുക്ക് വേണം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നെന്നല്ല, സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും വലിയ പുള്ളിക്ക് 10 മാർക്ക് കിട്ടിയെങ്കിൽ ഇദ്ദേഹത്തിന് 15 അല്ല, ഇദ്ദേഹത്തിന് 90 100 കിട്ടി. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. നാം സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് നിസ്സാരമായ ലൈനുകൾക്കകത്തല്ല,
ഏറ്റവും വ്യത്യാസത്തിലേക്ക് മാറുവാൻ കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. നാം താരതമ്യം ചെയ്യുവാൻ എടുക്കുന്ന ചിലത് മാർജിൻ ലൈനിൽ താരതമ്യം ചെയ്യുവാനല്ല, ഏറ്റവും വ്യത്യാസത്തിലേക്ക് മാറുവാൻ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഇവിടെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്തു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാരറ്റ്, ഈ സ്വർണത്തിന് ഇത്ര കാരറ്റാ, തങ്കത്തിന് ഇത്ര കാരറ്റാ, അല്ലെങ്കിൽ രത്നങ്ങൾക്ക് ഇത്ര കാരറ്റാ എന്നൊക്കെ പറയും. കാരറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കാരറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ചെടിയുടെ അരിയുടെ ഭാരവും അതിൻ്റെ ഒരു അരിയുടെ ഭാരവും ഈ വസ്തുവിൻ്റെ ഭാരവും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു താരതമ്യ പഠനമാണ്. ഈ കൊച്ചു ചെടിയുടെ അരിയിട്ടാണോ തൂക്കി നോക്കുന്നത്? പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ ഈ സ്വർണം തൂക്കിയിരുന്നത് മഞ്ചാടിക്കുരു ഇട്ട. നിങ്ങൾക്കറിയായിരിക്കും. സ്വർണത്തിൻ്റെ അത്ര സ്വർണം ഉപയോഗിക്കുന്നവർ ഇപ്പം ഇതിനകത്ത് കുറവായിരിക്കും, എന്നാലും വിവരമെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഇന്നെല്ലാം ഗ്രാമിലാണ് തൂക്കുന്നത്. പണ്ട് മഞ്ചാടിക്കുരു ഒരു സൈഡിലും തിരാശിൻ്റെ മറ്റേ തട്ടിൽ പൊന്നും ഇട്ടായിരുന്നു തൂക്കുന്നത്. 2 മഞ്ചാടിക്കുരു, 3 മഞ്ചാടിക്കുരു, 5 മഞ്ചാടിക്കുരു ആയിരുന്നു ഒരു സ്വർണ്ണപ്പണ്ടത്തിൻ്റെ അളവ്. അന്നൊരു കഥയുണ്ട്. ഒരിക്കൽ ഈ സ്വർണം വന്ന് തട്ടാൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്തിൻ്റെ അടുക്കൽ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞെന്ന്. എന്നെ തീയിലിട്ട് ചുടുന്നത് എനിക്ക് സഹിക്കാം, കുഴപ്പമില്ല, അടിച്ച് പരത്തുന്നതിനും വൈരാഗ്യമില്ല, പക്ഷെ എന്നെ ഈ മഞ്ചാടിക്കുരുവിൻ്റെ ഒപ്പം ഇട്ട് തൂക്കുന്നത് കട്ടിയാണ്. കാര്യം കാശിന് കൊള്ളാത്ത, ആർക്കും വേണ്ടാത്ത, വില കിട്ടാത്ത ഈ അഴുക്കിനാണ് എൻ്റെ കൂടിയിട്ട് തൂക്കുന്നത്. എന്നെ കമ്പയർ ചെയ്യുന്നത് അതുമായിട്ടാണോ? ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, നമ്മെ തൂക്കി നോക്കുവാൻ കമ്പയർ ചെയ്യുന്നത് സാധാരണക്കാരുമായി അല്ല. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുമായി അല്ല എന്നെ കമ്പയർ ചെയ്യേണ്ടത്. എന്നെ കമ്പയർ ചെയ്യേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഓടിയ ആത്മനേതാക്കന്മാരുമായിട്ടാണ്. അബ്രഹാമുമായി താരതമ്യം ചെയ്താൽ നിന്റെ വിശ്വാസം എങ്ങനെയുണ്ട്? മനസ്സിലാകുന്നുണ്ടോ? പത്രോസുമായി താരതമ്യം ചെയ്താൽ നിന്റെ അപ്പോസ്തോലിക അധികാരം എങ്ങനെയുണ്ട്? പൗലോസുമായി താരതമ്യം ചെയ്താൽ നിന്റെ ജീവിതത്തിൻ്റെ ഓട്ടം എങ്ങനെയുണ്ട്? യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ജസ്റ്റ് ബെറ്റർ എന്നല്ല, ഏറ്റവും മാന്യനായി മാറി. അദ്ദേഹത്തിൻ്റെ ആരംഭത്തിലോട്ടൊന്ന് ഇറങ്ങിയാലോ, അവൻ്റെ അമ്മ അവനെ പ്രസവിക്കുമ്പോൾ വളരെ വേദന ഉണ്ടായിരുന്നത് കൊണ്ട് ദുഃഖപുത്രൻ എന്നർത്ഥമുള്ള യബ്ബേസ് എന്നവനെ പേർ വിളിച്ചു. അന്നത്തെ കാലത്ത് ഒരുത്തന് അമ്മയും അപ്പനും ഇടുന്ന പേര് ബാധകമാണ്. ഇട്ടതാ. അനുഗ്രഹമെങ്കിൽ അനുഗ്രഹം, ശാപമെങ്കിൽ ശാപം കിട്ടിയതാ. നമുക്കറിയാം, യാക്കോബ് ഇസഹാക്ക് തനിക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ ഏശാവിനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്നുണ്ട്. അത് വേട്ടയിറച്ചി കൊണ്ടൊന്ന് തിന്നേച്ചുള്ള അനുഗ്രഹമാണ്. ഇറച്ചിയുടെ രുചിപ്പുറത്തുള്ള അനുഗ്രഹമേ ഉള്ളൂ. ആ അനുഗ്രഹം യാക്കോബ് കൊണ്ടുപോയി. തിരിച്ച് ഏശാവ് വന്നേച്ചു പറഞ്ഞു, അപ്പ എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിക്കേ. അപ്പം പറഞ്ഞു, നടപ്പില്ല മോനെ, അനുഗ്രഹിച്ചതാ, അതൊന്നും മാറ്റാൻ ഒക്കുന്നതല്ല. അന്ന് അമ്മയപ്പന്മാർ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ശപിക്കുന്ന ശാപം ബാധകമാ, അത് മാറത്തില്ല. യബ്ബേസ് വന്നു. അവനിട്ടിരിക്കുന്ന പേര് ദുഃഖപുത്രൻ എന്ന പേരാ. ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി. ഞാനിത് നമ്മുടെ ചർച്ചിൽ പല ആവർത്തി തൊട്ടിട്ടുണ്ട്. യബ്ബേസ് എന്ത് കുറ്റം ചെയ്തിട്ട് അമ്മയ്ക്ക് വേദന വന്നേ? ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത് അമ്മയ്ക്ക് വേദന ഉണ്ടാകുന്നതിൽ കുഞ്ഞിന് പങ്കില്ല. കുഞ്ഞിതിനകത്ത് ഉത്തരവാദിയല്ല, കുഞ്ഞിതിനകത്ത് നിരപരാധിയായവനെ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളിയായി യബ്ബേസ് എന്ന അമ്മ പേരിട്ട് മാറ്റി. ഇതിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളികൾ കണ്ടേക്കാം. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കുറ്റം ചെയ്തതല്ല, പക്ഷെ നിങ്ങളുടെ തലയെ കൊണ്ട് ചിലത് ചുമത്തി. ചിലതിനെ മലയാളി എന്ന് വിളിച്ചു, അതുകൊണ്ട് നിങ്ങൾക്കൊരു സ്ഥാനമില്ല. ചിലതിനെ ഇന്ത്യൻ എന്ന് വിളിച്ചു, നിങ്ങൾക്കൊരു സ്ഥാനമില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്നാലും ഇന്ത്യക്കാരനായി തന്നെ കാണും. ഞാൻ അനുഗ്രഹവും ശാപവും എന്ന വിഷയം മെയ് 1 തീയതി എടുക്കുമ്പോൾ അത് തൊടും. ഇന്ത്യക്കാരനെന്ന് തന്നെ കാണും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. പണ്ടൊരിക്കൽ എനിക്ക് സിംഗപ്പൂരിലുണ്ടായ സംഭവം. അമേരിക്കയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് വരുവാൻ വേണ്ടി സിംഗപ്പൂർ എയർലൈൻസിൽ എനിക്ക് റിസർവ്ഡ് ടിക്കറ്റ് ഉണ്ട്. അമേരിക്കയിൽ വെച്ച് ഒരാൾ എന്നോട് ചോദിച്ചു, സിംഗപ്പൂരിൽ ഒരു 4 ദിവസത്തെ കൺവെൻഷൻ നടത്താം, 3 ദിവസത്തെ കൺവെൻഷൻ നടത്താമോ? ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ കുഴപ്പമില്ല, എനിക്ക് അന്ന് ദിവസമുണ്ട്. ഇന്ന് ഇങ്ങോട്ട് വന്നിറങ്ങുന്ന അന്ന് തന്നെ മീറ്റിംഗ് കാണും. അന്ന് അങ്ങനെ അല്ല, അത്രയും ബിസി അല്ല, അതുകൊണ്ട് ബുക്കും. പക്ഷേ എനിക്ക് അവിടെ പോകാൻ വീസ ഇല്ല. അവർ പറഞ്ഞു, അതിൻ്റെ കാര്യം ക്രമീകരിക്കാം. സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് പോരേണ്ടത്. അപ്പോൾ ഈ ടിക്കറ്റ് ഒന്ന് റീഇഷ്യൂ ചെയ്താൽ മതി. ഇന്നത്തെ ടിക്കറ്റ് മാറ്റുവാൻ കുറച്ച് പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. അന്ന് അതും വേണ്ട. 2-3 പ്രാവശ്യം ടിക്കറ്റിൻ്റെ ഡേറ്റ് മാറ്റാൻ ഒരു പൈസയും കൊടുക്കണ്ട. സിമ്പിൾ. ടിക്കറ്റ് ഒന്ന് റീഇഷ്യൂ ചെയ്താൽ മതി. ഇവിടുന്ന് പറഞ്ഞ ദിവസത്തിന് തന്നെ സിംഗപ്പൂരിന് പോകാം. സിംഗപ്പൂരിൽ ഒരു 4 ദിവസം താമസിച്ചിട്ട്, അതിനകത്ത് 3 രാത്രി കൺവെൻഷൻ കാണും, 4 ദിവസം താമസിച്ചിട്ട് പോകത്തക്കതുപോലെ ടിക്കറ്റ് ഒന്ന് റീഇഷ്യൂ ചെയ്താൽ മതി. ഉടൻ വീസ കിട്ടും. കൺഫേം ടിക്കറ്റ് മതി. ഞങ്ങൾ സിംഗപ്പൂരിൻ്റെ എംബസിയിൽ വിളിച്ചു ചോദിച്ചു,
ന്യൂയോർക്കിൽ നിന്ന് സിംഗപ്പൂർ എംബസിയിൽ വാഷിംഗ്ടൺ DC വിളിച്ചേച്ച് അവരോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഇന്ത്യക്ക് പോകാൻ കൺഫേം ടിക്കറ്റ് ഉണ്ട്, ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി സിംഗപ്പൂരിൽ 4 ദിവസം നിൽക്കണം, അതിനെന്താ പ്രൊവിഷൻ? അവരെന്നോട് പറഞ്ഞു, അതിന് ഒരു പ്രൊവിഷനും ഇല്ല, നിനക്ക് 4 ദിവസം ടിക്കറ്റിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആകാം, കൺഫേം ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് പോകാം, ഒരു കുഴപ്പമില്ല. എനിക്ക് പല പ്രാവശ്യം അതിന് മുമ്പേ ഞാൻ യാത്ര ചെയ്തതുകൊണ്ട് എനിക്കറിയാം, ഫോണിൽ സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെയും നമ്പരും പേരും ഒക്കെ ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ വാലിഡിറ്റി കാണുകയില്ല. ഞാൻ വെച്ചാൽ ആരാ സംസാരിക്കുന്നത്, അതോറിറ്റി കോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, നിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേരും. ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നവർക്കറിയാം, ഇമിഗ്രേഷൻ അടിക്കുന്ന ഒരു സീലുണ്ട്, ആ സീലിൽ അതിനുപയോഗിക്കുന്ന ആ സീൽ അടിക്കുന്ന ഓതറൈസ് ചെയ്തിരിക്കുന്ന ആളിനൊരു നമ്പറുണ്ട്, ആ നമ്പരും അയാൾ പറഞ്ഞു തന്നു. ഞാൻ ആ നമ്പരും എഴുതിയെടുത്തു, അയാളുടെ പേരും എഴുതിയെടുത്തു, ടിക്കറ്റ് റീഇഷ്യൂ ചെയ്തു. അങ്ങനെ 3 ദിവസത്തെ കൺവെൻഷൻ സിംഗപ്പൂരിൽ നടത്താൻ വേണ്ടി കൺവെൻഷൻ നോട്ടീസും അടിച്ചു. മിടുക്കരായി സിംഗപ്പൂരിൽ വന്ന് ഇറങ്ങി. സിംഗപ്പൂരിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് ഇമിഗ്രേഷൻകാരുടെ അടുക്കൽ ചെന്ന്, ഞാൻ നിൻ്റെ ഇവിടെ ഇറങ്ങാൻ പോവാം, വെളിയിൽ എന്നെ നോക്കിയ ആൾ നിൽപ്പുണ്ട്, കാറുമായിട്ട് വന്നിട്ടുണ്ട് കൺവെൻഷന് വേണ്ടി, എൻ്റെ നോട്ടീസും ഉണ്ട്. അയാൾ പറഞ്ഞു, നിനക്ക് വീസ? ഞാൻ പറഞ്ഞു, ഇവിടെ കൺഫേം ടിക്കറ്റ് ഉള്ളപ്പോൾ വീസ വേണ്ടല്ലോ, ഇതാ എൻ്റെ കൺഫേം ടിക്കറ്റ്. വിളിച്ച്, നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞ്? ഞാൻ പറഞ്ഞു, ഇന്നയാളാ പറഞ്ഞ, പേര് ഇതാ, നമ്പരും ഇതാ. അയാൾ നോക്കിച്ച് പറഞ്ഞു, പേരും നമ്പരും ഒക്കെ കറക്റ്റാണ്. എങ്ങനെ അയാൾ നിന്നോട് പറഞ്ഞു, നിൻ്റെ പാസ്പോർട്ട് കണ്ടോ? ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് കണ്ടില്ല, ഞാൻ ന്യൂയോർക്കിൽ നിന്ന് എംബസിക്ക് വിളിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ നീ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞു. പറഞ്ഞു, അത് ഞാൻ അയാൾ ചോദിച്ചുമില്ല, ഞാൻ പറഞ്ഞുമില്ല. മോനെ, ഇത് മാന്യമായ രാജ്യങ്ങളിലെ ആളുകൾക്കുള്ള നിയമമാണ്, ഇന്ത്യൻ്റെ നിയമമല്ല. നിനക്കിവിടെ ഇറങ്ങാൻ ഒക്കുകയില്ല. പോ, നിൻ്റെ കയ്യിൽ വീസ ഇല്ലെങ്കിൽ നിനക്കിവിടെ ഇറങ്ങാൻ ഒക്കുകയില്ല. ചെയ്യാത്ത കുറ്റത്തിന്, ഇന്ത്യയിൽ ജനിച്ചു പോയത് എൻ്റെ കുറ്റമൊന്നും അല്ലല്ലോ, ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി. ഞാനിങ്ങനെ തവിട്ടിറങ്ങുക. ഞാൻ പറഞ്ഞു, നോ, എനിക്ക് കൺഫേം ചെയ്ത് എന്നെ വിട്ടതല്ല, ഞാനിപ്പോൾ എങ്ങോട്ടാ ഇനിയും പോകുന്നു? 4 ദിവസം കഴിഞ്ഞ് ഇനി എനിക്ക് ഇന്ത്യക്ക് പോകാനൊക്കത്തുള്ളൂ. ബാംഗ്ലൂരിൻ്റെ അടുത്തിൽ ടിക്കറ്റ് 4 ദിവസം കഴിഞ്ഞാൽ ഈ 4 ദിവസം ഞാനിവിടെ പോകും, എനിക്കിവിടെ ഇറങ്ങിയേ തീരൂ. അതുകൊണ്ട് എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ അവരുടെ സീനിയർ ഇമിഗ്രേഷൻ ഓഫീസറെ വരെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യക്കാരൻ്റെ ഇവിടെ ഇറങ്ങാൻ അന്ന് യാതൊരു നിയമവുമില്ല, സാധ്യമല്ല. ആവർത്തിക്കാം, 26 മണിക്കൂർ ഒറ്റ കസേരയിൽ എന്നെ പിടിച്ചിരുത്തി, അറസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. 26 മണിക്കൂർ ഒരു കസേരയിൽ ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ മദ്രാസിനൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അതേ കയറ്റി. ഞാൻ വെച്ചാൽ മദ്രാസിൽ എനിക്ക് ബാംഗ്ലൂരിനാണ് പോകണ്ടേ, അത് നിൻ്റെ കാര്യം. നിന്നെ എങ്ങനെങ്കിലും നിൻ്റെ രാജ്യത്ത് കൊണ്ട് തള്ളിയാൽ ഞങ്ങളുടെ കടമ കഴിഞ്ഞു. പിറ്റേ ദിവസം എന്നെ മദ്രാസിൽ കൊണ്ട് വിട്ടു. അവിടുന്ന് നടന്നോ ഓടിയോ എങ്ങനെയും പോകണം. എന്തു പറ്റി? ഇന്ത്യക്കാരനാ. ഇത് മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി. ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ജനിച്ചത്? ലോകത്തിൻ്റെ മിക്ക ഭാഗത്ത് പോയാലും നമ്മളെ ഇന്ത്യൻ ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇനി വടക്കേ ഇന്ത്യയിലും കാണാൻ ചെന്നാലോ മദ്രാസിൽ നിന്നാണ് പൊതുവെ വിളിക്കുന്നല്ലേ, മദ്രാസിൽ പോയി പറഞ്ഞാൽ മതി. അവിടെ ചെന്നാലോ മലയാളിക്ക് മദ്രാസി എന്ന് പറഞ്ഞാൽ വെക്കുമോ, സമ്മതിക്കുമോ? ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി. ഒരുപാട് പേര് ഇങ്ങനെ, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രശ്നത്തിലൂടെ പോകുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ കുടുംബം തകർന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ ജോലി ഉയരാത്തത്? ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി എബ്ബേസ്. അവൻ്റെ പേരൊന്ന് മാറ്റിയെടുക്കാൻ ഒരു മാർഗവുമില്ല. അന്നത്തെ പ്രമാണത്തിൽ ചെയ്യാത്ത കുറ്റത്തിനാണെങ്കിൽ പോലും അമ്മ പേരിട്ട് വിട്ടാൽ ഇട്ടതാ, അത് നേരെയാകുകയില്ല. എബ്ബേസ് അന്വേഷിക്കാൻ തുടങ്ങി, എങ്ങനെ എൻ്റെ കുറ്റം മാറ്റിയെടുക്കാം. ആരോ പറഞ്ഞു കൊടുത്തു, ആളുകൾക്ക് പേര് മാറ്റിയിടുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രയേലിൻ്റെ ദൈവം. യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രയേലാക്കിയവൻ, അബ്രാമിൻ്റെ പേര് മാറ്റി അബ്രഹാമാക്കിയവൻ, സാറായിയുടെ പേര് മാറ്റി സാറയാക്കിയവൻ. പേര് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അടുത്ത വാക്യം വായിച്ചാട്ടെ. എബ്ബേസ്, താൻ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി. എബ്ബേസ് എന്ന പേര് വേറുന്നവൻ. കാരണം അവൻ്റെ ജനനത്തിങ്കൽ അമ്മയ്ക്ക് വേദന ഉണ്ടായതിനാൽ അമ്മയിട്ട പേരാ മാൽ ഫങ്ഷനിങ് പേരൻസ്. മാൽ ഫങ്ഷനിങ് പേരൻസ് ഇട്ട പേരാ. വായിച്ചോതാവട്ടെ. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അടുക്കൽ ചെന്നൊരു അപേക്ഷ നടത്തി. എൻ്റെ ഈ പേരൊന്ന് മാറ്റാൻ കഴിയുന്ന രണ്ടാമതൊരാളില്ല. എൻ്റെ പേര്
ചെല്ലുന്നിടത്തൊക്കെ ശപിക്കപ്പെട്ടവനെന്നാ, ശപിക്കപ്പെട്ടവളെന്നാ. എന്നെ ആർക്കും വേണ്ട, ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല കർത്താവേ, എനിക്കിത് സംഭവിച്ചു പോയി. പേര് മാറ്റുന്ന അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണം. ഞാൻ ഓരോ പദം ഒന്നുകൂടെ എടുക്കാൻ പോകുകയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച ഈ ദൂതും കൂടെ എടുക്കാൻ ദൈവാത്മാവെന്നെ ഏൽപ്പിച്ചതായിരുന്നു. സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ എന്ന് പറഞ്ഞായിരുന്നു, എത്ര ഒക്കുമെന്ന് ഞാൻ നോക്കട്ടെ. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ്, എന്നെ സാധാരണ അനുഗ്രഹം അനുഗ്രഹിച്ചാൽ എനിക്ക് പിടിക്കുകയില്ല, സാധാരണ പ്രാർത്ഥനയൊന്നും എനിക്ക് ഫലിക്കുകയില്ല, സാധാരണ ഒരു അനുഗ്രഹം കൊണ്ട് എൻ്റെ ജീവിതം മാറത്തില്ല. കാര്യം എൻ്റെ അമ്മ എന്നെ ശപിച്ച് ഈ പേരെനിക്ക് ഇട്ടിരിക്കുന്നതാ. അങ്ങനെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണം, വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണം. ചില അനുഗ്രഹങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് ആഴമായി ചിലതിൻ്റെ മേൽ വീഴും. ഇന്ന് വാസ്തവമായി അനുഗ്രഹിക്കപ്പെടുവാൻ ചോദിക്കുന്നവരുണ്ടോ? ചിലതെല്ലാം നടന്നിരിക്കും. ഇവിടം കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല, വാസ്തവമായ അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം ഈ ബാംഗ്ലൂർ പട്ടണത്തിലുണ്ട്. നിങ്ങളുടെ കൈകൾ കൊണ്ട് വേണം അവരിലേക്ക് അനുഗ്രഹം വ്യാപരിപ്പാൻ. ഇറ്റ്സ് എ കോർപ്പറേറ്റ് അനോയിന്റിംഗ്. ഇതൊരു വ്യക്തിയുടെ വകയല്ല, ഇത് പലരുടെ വകയാണ്. താങ്കളെ തമ്പുരാൻ പാകിയിരിക്കുന്ന പട്ടണത്തിൽ, സാമ്രാജ്യത്തിൽ, ചുറ്റുവട്ടത്തിൽ പലതിനും അനുഗ്രഹം ആവശ്യമാണ്. സഹോദര, സഹോദരി, അത് പകർന്നു കൊടുക്കണമെങ്കിൽ താങ്കളുടെ കൈകളിലേക്ക് ദൈവത്തിന് ഏൽപ്പിച്ച് മതിയാകെയുള്ളൂ. എബേസ് ഒരു റിയലൈസേഷനിൽ വന്നു. അങ്ങനെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണം. സാധാരണ അനുഗ്രഹം എനിക്ക് പിടിക്കുകയില്ല, ഒരു സാധാരണ പ്രാർത്ഥന എനിക്ക് ഫലിക്കുകയില്ല. എന്നെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് ഇമെയിൽ വരുമായിരുന്നു, ഒരുപാട് ഇമെയിൽ, കുറേയേറെ SMS വരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞാൽ പോരെ? പലരും ചർച്ചിൽ പോകുന്നവരല്ല, പിന്നെ ഞാനും എന്തിനാ പ്രാർത്ഥിക്കുന്നത് എനിക്കും തോന്നും. അല്ല, ഒരു ചെറിയ പ്രാർത്ഥന പിടിക്കുകയില്ല, പലരും പ്രാർത്ഥിച്ചിട്ട് ഒത്തില്ല. അതുകൊണ്ടാ. അങ്ങനെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണേ, എന്നെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണം. ഈ രാജ്യത്ത് അവരവരുടെ ചുറ്റുവട്ടങ്ങളിൽ ശപിക്കപ്പെട്ട പലതും വാസ്തവമായ ഒരു ദൈവിക സ്പർശനം ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വട്ടത്തിൽ കാണും. അവരുടെ മേൽ കൈവെക്കുവാൻ നിങ്ങളുടെ കൈകളിൽ ഈ ദിവസങ്ങൾ ഒരു അഭിഷേകം പകരണം. ഞാൻ പറഞ്ഞൊരു മോട്ടിവേഷൻ, ഒരു ഫോക്കസ് നമുക്കുണ്ടാകാൻ പോകുകയാ. ശപിക്കപ്പെട്ട പല വീടുകളുണ്ട്, തകർന്നു കിടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. എൻ്റെ കാൽ ചവിട്ടിയാൽ, നിങ്ങളുടെ കാൽ ചവിട്ടിയാൽ അതിനകത്തെ നാശം മാറും. വാസ്തവമായി ചില വീടുകളിൽ വിടുതൽ കൊണ്ടുപോകുവാൻ വി ബിക്കം ദ കാരിയേഴ്സ്. നാം ദൈവശക്തിയുടെ കാരിയേഴ്സായി മാറണം. അങ്ങനെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിക്കണം. 2, എൻ്റെ ആദിർ ഒന്ന് വിസ്താരമാക്കണം. അല്ലേ, എൻ്റെ ആതിർ ഒരു കാലത്തും വളരത്തില്ല. ഈ ശാപത്തിന് കെട്ടെൻ്റെ മേൽ കിടക്കുന്നിടത്തോളം എൻ്റെ ആതിർ ഒരു കാലത്തും വളരത്തില്ല. ദൈവം നമ്മെ ആക്കിയത് ആതിര് വളരുന്ന സാഹചര്യത്തിലാണ്. ഞാൻ ഈ ബാംഗ്ലൂരിൽ 1983 ജൂൺ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ബഥേലിൽ കടന്നു വരുമ്പോൾ ഞാൻ ചാർജ് എടുത്തെന്ന് പറയാൻ ഒക്കത്തില്ല, സോറി, എൻ്റെ മേളിൽ വേറൊരു പാസ്റ്ററുണ്ട്, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ എന്നെ ആക്കിയത്. പക്ഷെ അന്ന് എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, കർത്താവേ 22 നിന്ന് ഞങ്ങളെ ഒരു 200 മാറ്റണേന്ന്. കാര്യം അന്ന് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ചർച്ചിൽ 200 മെമ്പേഴ്സേ ഉള്ളൂ. അത്രയുമാക്കി എന്നെ മാറ്റണമെന്ന് എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് ഇന്നും 200 നിൽക്കുമ്പോൾ കൃപയാൽ തമ്പുരാൻ നമ്മെ 10,000ങ്ങളിലേക്ക് മാറ്റി. ഒരുപാട് പേര് പൊളിഞ്ഞും പൊളിച്ചും പോയത് എനിക്കറിയാം. 40 കൊണ്ട് പോയവൻ 40 കൊണ്ട് ഇരിപ്പുണ്ട്, 1000 കൊണ്ട് പോയവന് 500 ഉള്ളൂ. ഒന്നും വളരുന്നില്ല. എന്നാൽ അതിർ വിസ്താരമാക്കുന്ന എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 22 മെമ്പേഴ്സ് മാത്രം നമുക്കുണ്ടായിരുന്ന ഒരു കാലത്ത് തമ്പുരാൻ പറഞ്ഞൊരു വാഗ്ദത്തത്തിൻ്റെ വലിപ്പം, യെരുശലേം ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം മതിലില്ലാതെ കിടക്കും. മതിൽ കെട്ടാൻ ഒക്കത്തില്ല, എന്നാൽ ഞാൻ എൻ്റെ ജനത്തിനൊരു തീ മതിലായിരിക്കും. എൻ്റെ ദൈവം നിങ്ങളുടെ അതിരുകളെ മാറ്റട്ടെ. സാമ്പത്തികത്തിൻ്റെ അതിരുകളെ, ആത്മീയത്തിൻ്റെ അതിരുകളെ, ശുശ്രൂഷയുടെ അതിരുകളെ തമ്പുരാൻ മാറ്റട്ടെ. നമ്മളിവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്ന കർത്തൃദാസന്മാരെ ഓരോ വർഷവും ഈ സഭ വീക്ഷിച്ച ശേഷം എന്നോട് പലരും പറയാറുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മാറി. ആ മാറിയെന്ന് ഞങ്ങൾക്കും കൂടെ തോന്നുന്നവരെയാണ് പിന്നെ മീറ്റിങ്ങിന് വിളിക്കാറുള്ളത്. ഈ വർഷം ഇതിനകത്ത് എഴുന്നേറ്റ് ശുശ്രൂഷിക്കുന്ന ലോക്കൽ ചർച്ചിൻ്റെ ശുശ്രൂഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യാസം ഞാൻ കാണുന്നില്ല, അല്ലെ കഴിഞ്ഞ മാസങ്ങളെക്കാൾ വ്യത്യാസമില്ല, അതിര് വളരുന്നില്ല. നമ്മുടെ അതിരൊന്ന് മാറിയേ മതിയാകൂ. വിവേചനത്തിൻ്റെ ആഴം, ദർശനങ്ങളുടെ ആഴം, കാഴ്ചപ്പാടുകളുടെ ആഴം, സ്വഭാവ വ്യത്യാസങ്ങളുടെ ആഴം ഒന്ന് വന്നേ മതിയാകൂ. എൻ്റെ അതിലൊന്ന് വിസ്താരമാകണം. അമ്മ എൻ്റെ മേലിട്ടിരിക്കുന്ന ശാപത്തിൻ്റെ കെട്ട് എൻ്റെ മേൽ ഉള്ളിടത്തോളം
കാലം എൻ്റെ അതിര് വളരത്തില്ല. അങ്ങനെ വാസ്തവമായി ഒന്ന് അനുഗ്രഹിച്ചാൽ എൻ്റെ അതിരുകൾ വിസ്താരമാകും. ഞാൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇന്ന് നമ്മുടെ അതിര് മാറിയാൽ പോരാ. അതിര് ചുരുങ്ങിപ്പോയ ചിലത് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടും. അവിടെ കയറി ചവിട്ടിയാൽ അവരുടെ അതിരുകൾ വിശാലമാകുവാൻ ഇറ്റ്സ് എ കോർപ്പറേറ്റ് അനോയിന്റിംഗ്. അത് നമ്മുടെ മേലിരിക്കട്ടെ. എന്റെ അതിർ വിസ്താരമാക്കണം. ഒന്നുകൂടെ വായിച്ചാട്ട വാക്യം. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ. കർത്താവേ, ഞാൻ പോകുന്നിടത്തെല്ലാം അനർത്ഥം എനിക്ക് വ്യസനകാരണമായി വരും. തിരിയുന്നിടത്തൊക്കെ ആക്സിഡന്റ് കാണും, തൊടുന്നിടത്തൊക്കെ നഷ്ടം കാണും, നാട് മുഴുവനും ശത്രു എഴുന്നേക്കും. കാര്യം ഞാൻ അങ്ങയുടെ വകയാണെങ്കിൽ അതിനെതിരെ ഒരു ശത്രുത്വമുണ്ട്. പക്ഷെ ഈ ശത്രുവിന്റെ കൈ എന്റെ മേൽ വീഴാതിരിക്കുവാൻ, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി മാറാതിരിക്കുവാൻ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ അനർത്ഥം എനിക്ക് വ്യസനകാരണമായി മാറത്തില്ല. ഇന്ന് പകൽ അനർത്ഥം വ്യസനമാകുന്ന പലരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മിൽ ചിലർ വിളിച്ചു പറയുമോ, അതെ, ഈ അനർത്ഥത്തിൽ നിന്ന് മാറ്. അനർത്ഥം എനിക്ക് വ്യസനകാരണമായി മാറരുത്. അതിനുവേണ്ടി അങ്ങ് എന്നെ വാസ്തവമായി അനുഗ്രഹിക്കണം. എൻ്റെ അതിരൊന്ന് വിസ്താരമാകണം. അങ്ങയുടെ കൈ എൻ്റെ കൂടി ഇരുന്നില്ലെങ്കിൽ ഇക്കാര്യം നടക്കത്തില്ല. ദൈവത്തിൻ്റെ കൈ പലരുടെ മേൽ ദൈവം വെക്കാറുണ്ട്. മോശേ, എൻ്റെ കൈ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോശയുടെ തടിച്ച നാക്കാണ്, വിക്കുള്ള നാക്കാന്നൊക്കെ മോശ പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞത്, നിന്റെ കൈ നീട്ട്. നിന്റെ കൈ നീളുന്ന ഇടത്ത് എൻ്റെ ഭുജം വെളിപ്പെടും. എൻ്റെ കൈ നീട്ടുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടും. വിശ്വസിക്കുന്ന ചിലരിത് പറഞ്ഞു, എൻ്റെ കൈ നീളുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടും. കാര്യം ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാ, ഞാൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ആളാ. ദൈവിക പ്രതിനിധികളെ സ്വർഗം അഭിഷേകം ചെയ്ത് പുറത്തോട്ട് ഇറക്കുവാൻ ഈ ദിവസങ്ങളുടെ ഉപവാസം ബാധകമാകട്ടെ. ഈ ദിവസങ്ങളുടെ ഉപവാസം അതിന് കാരണമായി മാറട്ടെ. അങ്ങനെ വാസ്തവമായി അനുഗ്രഹിക്കണം. എൻ്റെ യാതൊരു വിസ്താരമാകണം. അങ്ങയുടെ കൈ എൻ്റെ മേലിരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമാകാതെ എന്നെ സൂക്ഷിക്കണം. താവട്ടെ. എനിക്ക് വ്യസനകാരണമായി തീരാതവൻ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. വായിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പലപ്പോഴും ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം വരുന്നമേ നിറയ്ക്കാറുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷെ ദൈവം സ്പെസിഫിക്കലി പലപ്പോഴും തരാറുള്ളത് നമ്മൾ ചോദിക്കുന്നതാണ്. എനിക്കെന്ത് വേണം ദൈവത്തോട് സ്പെസിഫിക്കായി പറ. ദൈവം അത് തരുന്നവനാ. പോൾ യോഗിച്ചാവും 6 മെമ്പേഴ്സിൽ നിന്ന് 8.5 ലക്ഷമായി സഭയെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ. ഞാൻ അടുത്ത വഴി കൂടെ തൊടാൻ പോവാ. പണ്ടിതറിയാൻ വയ്യായിരുന്നു, ഇപ്പം ഇതറിയാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററെ കണ്ടിരുന്നു. അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ സഭ 3 കഷണമായി പിരിച്ചു. അദ്ദേഹത്തിന് പ്രായമായി, തുടർന്ന് ശുശ്രൂഷിക്കാൻ കഴിയാത്ത ഒരു രംഗമായി. ഗോഡ്, ഞങ്ങളുടെ പാസ്റ്റർ ജോൺസൺ ഞങ്ങളുടെ സന്തോഷം ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടേച്ച്, എനിക്കൊരല്പം പ്രയാസമുണ്ട്, ചില സമയത്ത് കറക്റ്റ് വാക്ക് കിട്ടാതെ വരും. മലയാളം എന്നും പറയുന്നതുകൊണ്ട് ആരും അറിയുന്നില്ല. ഒരു വാക്ക് കിട്ടിയില്ല, വേറൊരു വാക്ക് ഇടാൻ കഴിയും, അതുകൊണ്ടങ്ങ് പോകും. പക്ഷേ ഞാൻ കുറച്ച് നാൾ കൂടി കഴിഞ്ഞ ദിവസം ആരണ്ടോട് ഹിന്ദി പറഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി മറ്റേ വാക്ക് വരുന്നില്ല, വേണ്ട വാക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങ് നിർത്തി. ഇംഗ്ലീഷ് പറയുമ്പോഴും ചിലപ്പോൾ ഈ പ്രശ്നമുണ്ട്, കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ മനപ്രയാസത്തിലിരുന്നപ്പോഴാണ് കഴിഞ്ഞൊരു ദിവസം സന്തോഷ് പാസ്റ്റർ ജോൺസൺ എന്നോട് പറഞ്ഞു, ഡാഡി, ഞാൻ സിംഗപ്പൂരിൽ പോയിരുന്നു, പോളിയോഗിച്ചോ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമ്പോൾ പല വാക്കും കിട്ടാറില്ല. പ്രായം മാറി, പല വാക്കും കിട്ടാറില്ല. പുള്ളി കൊറിയൻ ലാംഗ്വേജ് അങ്ങ് പറയും. ഇവിടെ ഇപ്പോൾ കൊറിയൻ പറഞ്ഞാൽ എന്നെ എടുക്കാനാ. അദ്ദേഹം നിർത്തത്തില്ല, കൊറിയൻ ഭാഷ എന്ന് പറയും. ആർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും. പിന്നെ അങ്ങനെ സെക്രട്ടറി കൂടെ ഉണ്ട്, പുള്ളി ഉടനെ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ഇപ്പം പോകുന്നു. അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചർച്ച് 3ആയി ഡിവൈഡ് ചെയ്തു. 8.5 ലക്ഷം 3ആയിട്ട് പൗത്തു. എന്നിട്ട് 3 പേരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിൽ ഒരാളിനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹം പറഞ്ഞ് 2 വർഷം കൊണ്ട് ഞാൻ തിരിച്ചത് 8.5 ലക്ഷമാക്കി. എൻ്റെ കിട്ടിയ 3-1 2 വർഷം കൊണ്ട് ഞാൻ 2 ഇരട്ടി വളർത്തി, വീണ്ടും 8.5 ലക്ഷമാക്കി. അങ്ങനെയാണെങ്കിൽ 6 മെമ്പേഴ്സിൽ നിന്ന് 8.5 ലക്ഷമുള്ള സഭ ഉണ്ടാക്കിയെന്ന് തന്നെയല്ല, വളർത്താൻ കൊള്ളാവുന്ന ലീഡേഴ്സിനെയും കൂടെ എഴുന്നേൽപ്പിച്ചു.
ദാറ്റ് ഈസ് സംതിങ് റിയൽ ബിഗ്. അദ്ദേഹത്തിൻ്റെ ചർച്ച പൊട്ടിയില്ലയോ? എത്ര പ്രാവശ്യം. നമുക്കിവിടുന്ന് പൊട്ടിയാൽ 25 പേരെയും കൊണ്ട് ഒരുത്തം പോയി, 500 കൊണ്ട് വേറെ ചെലുത്താൻ പോയി, ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങേർക്ക് കൊണ്ടുവന്ന 35,000, 40,000, 1,00,000 മൂത്ത ഞാൻ അവിടെ. ഇതെല്ലാം ഒരിടത്ത് കിടപ്പുണ്ടെങ്കിലും ആ അഭിഷേകം തുടരും, ആ അഭിഷേകം തുടരും. 6 മെമ്പേഴ്സിൽ നിന്ന് 8.5 ലക്ഷമാക്കി സഭയെ വളർത്തുവാനും അടുത്തപടി വളർത്തുവാൻ കൊള്ളാവുന്ന ലീഡേഴ്സിനെ എഴുന്നേൽപ്പിക്കുവാനും ദൈവം ഉപയോഗിച്ച ആ ദൈവ മനുഷ്യന്റെ വാചകങ്ങളിൽ ചിലത് തൊടാൻ പോവാ. നമ്മൾ ചോദിക്കുന്നതേ ദൈവം തരത്തുള്ളൂ. കാര്യം ചോദിക്കാത്തത് തന്നാൽ കൊണ്ട് നടക്കാൻ നമ്മൾ പ്രിപ്പയർഡ് അല്ല. എനിക്കൊരു 5 രൂപ വേണമെന്നും പറഞ്ഞ് ഒരുത്തം വന്നാൽ അവന് 50 രൂപ കൊടുത്താൽ പെശക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചില വർഷങ്ങൾക്ക് മുമ്പേ നാട്ടിൽ ചെന്നപ്പോൾ പണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരുത്തനെ കണ്ടു. ഞാനിടുന്ന പോലെ ഒരു ഉടുപ്പിടാൻ അവനില്ല, അവൻ ഇട്ടിരിക്കുന്നതൊക്കെ കീറിയതാണ്. പണ്ട് ഞങ്ങളൊക്കെ ഒരേ സ്റ്റാറ്റസ് ആയിരുന്നു, കാര്യം ഞാനും കീറിയതായിരുന്നു. എനിക്കവിടെ നിന്നൊരു വ്യത്യാസം വന്നു, അവന് വ്യത്യാസം വന്നില്ല. അപ്പം എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, പിള്ളേരും ഒക്കെ ഉണ്ട്, ചിലവ് കഴിയുന്ന ബുദ്ധിമുട്ടാണ്, വല്ലതും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഒക്കുന്ന ഒരു സഹായം ചെയ്തു. അന്ന് രാത്രി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഇളയ അനിയൻ എന്നോട് ചോദിച്ചു, ഇന്ന് ഇന്നാരെ കണ്ടിരുന്നു? ഞാൻ പറഞ്ഞാൽ കണ്ടിരുന്നു. ആ, അവനെ സൽക്കരിച്ച് കാണും അല്ലേ? ഞാൻ പറഞ്ഞാൽ അവിടെ കുറച്ച് കാശ് ചോദിച്ചു കൊടുത്തു പറഞ്ഞു. ആണ്ട കുടിച്ചേച്ച് കിടന്ന് മറിയുന്നു. ഇന്ന് രാത്രിയിൽ അവൻ്റെ ഭാര്യയ്ക്ക് ഒത്തു. ഈ ദോഷം അവളോട് ചെയ്യാൻ എന്തിനാ അവന് കാശ് കൊടുത്തേ? എനിക്കിത് അറിയാൻ വയ്യ. ഇവിടെ കഴകമില്ലാത്തവൻ്റെ കയ്യിൽ ജീവിക്കാൻ അറിയാൻ വയ്യാത്തവൻ്റെ കാശ് കൊടുത്താൽ നാട്ടുകാർക്ക് കിടക്കപ്പുറതിയില്ല. അവന് കാശ് കൊടുത്തതുകൊണ്ട് ആണ്ട അവിടെ കിടന്ന് വസ്ത്രമില്ലാതെ കിടന്ന് മറിയുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ കയ്യിലെ കപ്പാസിറ്റി എന്നാന്ന് കണ്ടുവച്ചേ കർത്താവ് തരത്തുള്ളൂ. എൻ്റെ ഡിമാൻഡ് എന്നാന്ന് കണ്ടുവച്ചേ കർത്താവ് തരത്തുള്ളൂ. ഞാൻ 2 ഏരിയ ഒരുമിച്ചാണ് തൊടുന്നത്. ചോദിക്കുന്നതേ കർത്താവ് തരാറുള്ളൂ. ഇവിടെ പറഞ്ഞു അവൻ ചോദിച്ചത് ദൈവം അവന് കൊടുത്തു. ഞാൻ ഒരു വാചകത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവാം. എന്തോ വരെ ചോദിച്ചു നമുക്കറിയത്തില്ല, ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഈ എബേസിനെ കുറിച്ച് ഒരു വാചകൻ 2-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ഈ 1 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യം നോക്കാമോ? അങ്ങനെ ചോദിച്ചതിൻ്റെ വേറൊരു ഭാഗത്തിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ട്. ചോദിച്ചെന്ന് എഴുതിയിട്ടില്ല, എന്നാലും നമുക്കൊന്ന് വായിക്കാം. 1 ദിനവൃത്താന്തം 2:55. എബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കാലങ്ങളാവിത്, കൂറുകളാവിത്, കുലങ്ങൾ. ഓക്കെ, മലയാളത്തിൽ തന്നെ പല തർജ്ജമയുണ്ട്, കുലമെന്നുണ്ട്, കൂറെന്നുണ്ട്, പലതുമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒത്തിരി തർജ്ജമയിൽ ഒത്തിരിയൊക്കെ കിടപ്പുണ്ട്. ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിച്ചാൽ ആകെപ്പോയി. അങ്ങനെയൊന്നും അല്ല ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ദീസ് ആർ ദ സ്ക്രൈബ്സ്, എഴുത്തുകാരെന്ന് അവിടെ കിടക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങോട്ടും വരാം. എബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത് എന്ന് പറഞ്ഞാൽ എബേസ് എന്ന പേരുള്ള ഒരു പട്ടണം ഇസ്രായേലിലുണ്ടായിരുന്നു. ഉണ്ടല്ലോ. എബേസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്തുവാ? ശപിക്കപ്പെട്ടവൻ. ആ പേരിൽ ആരെങ്കിലും പട്ടണത്തിന് പേരിടുവോ? എടാ, ആള് ശപിക്കപ്പെട്ടവനാണെങ്കിൽ പോലും ഇപ്പം ദൂതനാണെന്ന് പറഞ്ഞൊക്കെയാ പേരിടുന്നത്. സംഗതി ക്രിസ്തീയ തത്വത്തിൽ പോലും നിൽക്കാത്തവനാണെങ്കിലും ഹല്ലേലൂയ പറഞ്ഞു കഴിയുമ്പോൾ പാസ്റ്റർ എന്ന ആളുകൾ വിളിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. തത്വങ്ങൾ ഒന്നും ആരും നോക്കാറില്ല. തെറ്റിദ്ധാരണയുടെ പുറത്ത് ജീവിക്കുന്ന ലോകം. എബേസ് എന്നുള്ള ശപിക്കപ്പെട്ട പേരൊരു പട്ടണത്തിന് ആരെങ്കിലും ഇടുവോ? അനുഗ്രഹപട്ടണമെന്നൊക്കെ ആളുകൾ ഇടത്തുള്ളായിരിക്കും പേര്. പിന്നെ എങ്ങനെ എബേസ് ശപിക്കപ്പെട്ടതെന്ന് എന്ന പേരിൽ ഒരു പട്ടണം പുറത്തു വന്നു? ഇത് നിശ്ചയം ഇവന്റെ പട്ടണമാണ്. നിശ്ചയം ഇത് ഇവന്റെ പട്ടണമാ, അല്ലെങ്കിൽ ഈ പേരാരും ഇടത്തില്ല. എബേസ് എന്നൊരു പട്ടണം ഇസ്രായേലിലുണ്ടായിരുന്നു. എങ്ങനെ ഇത് വന്നു കാണും? തമ്പുരാൻ ഇവന് കൃപ കൊടുത്തതാ. ഇവൻ ദൈവത്തോട് അടുത്തുകൂടി ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു കാണും, കർത്താവേ എനിക്കൊരു പട്ടണം പണിയണം, എൻ്റെ പേരിൽ അതിനുള്ള കൃപയും കൂടെ തരണം. ഇനി അവിടെ ആരാ പാർത്തു വന്നത്? ശാസ്ത്രജ്ഞന്മാരാണെന്ന് മലയാള വേദപുസ്തകത്തിൽ, സ്ക്രൈബ്സ് എഴുത്തുകാരാണെന്ന് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ. ഇത് രണ്ടും സത്യവും. അതിനുപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ഞാൻ ചെക്ക് ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കും? ഇത്രയും തർജ്ജമ പക്ഷേ ആ വാക്കിന് 4-5 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഏറ്റവും നല്ല ഗണിത ശാസ്ത്രജ്ഞന്മാർ. അതിലെ ഗണിതം വെട്ടിവെച്ച മലയാളത്തിൽ കുറിച്ചു വെച്ചത് ശാസ്ത്രജ്ഞന്മാർ. രണ്ടാമത്തെ അർത്ഥം ഏറ്റവും നല്ല എഴുത്തുകാർ, അതാണ് ഇംഗ്ലീഷിലിട്ടത്. മൂന്നാമത്തെ അർത്ഥം ഏറ്റവും നല്ല പാട്ടുകാർ, അതെങ്ങും ഇട്ടില്ല. നാലാമത്തെ അർത്ഥം ഏറ്റവും നല്ല കലാകാരന്മാർ. വേറൊരു ഭാഷയിൽ ആ തലമുറയിലെ 1-ാം തരം ആളുകളെ ഒരുമിച്ച് പാർപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു പട്ടണം അവൻ്റെ പേരിൽ അവൻ പണിതെടുത്തു. ആരാ? ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി, അമ്മയാൽ ശപിക്കപ്പെട്ടവൻ എന്ന പേരേറ്റെടുത്തവൻ,
ഇന്ന് തലമുറയിൽ പാർത്തവരിലെ ഒന്നാം തരം ആളുകളെ പാർപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കെട്ടിടം ഒരു പട്ടണം പണിതെടുത്തു. അവിടം വരെ തമ്പുരാൻ അവനെ നടത്തി. അവൻ ചോദിച്ചതിനെ ദൈവം അവന് കൊടുത്തു. ഞാൻ ഇത് പറയുമ്പോഴെല്ലാം എനിക്ക് പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു എഴുത്തിൻ്റെ കാര്യം ഓർപ്പിക്കാറുണ്ട്. ഒരു കൊച്ചൻ എല്ലാവർക്കും ഒരു എഴുത്തെഴുതി. അന്ന് എഴുത്തെഴുതുന്ന കാലമാണ്. പാസ്റ്റർ, എനിക്ക് 18 വയസ്സുണ്ട്. ഞാൻ സ്നാനപ്പെട്ട കുറ്റത്തിന് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിറക്കി വിട്ടു. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവനാണ് എനിക്ക് ആഹാരം തരുന്നത്. അവിടുന്നാണ് ഞാൻ എഴുതുന്നത്. ഞാൻ വളർന്നാൽ വിവാഹം കഴിക്കും. 18 വയസ്സേ ഉള്ളു ചെറുക്കനെ. ഈ ആത്മീയമൊക്കെ കത്തി നിൽക്കുന്നിടത്ത് ഇവൻ്റെ ചിന്ത വേറെയൊക്കെയാണ്. അത് നിൽക്കട്ടെ. ഞാൻ വളർന്നാൽ വിവാഹം കഴിക്കും. ഞാനൊരു വീട് വെക്കും. എൻ്റെ അപ്പൻ്റെ വീട് ഒറ്റ നിലയുള്ള ആസ്പെറ്റോസ് ഉള്ള 4 മുറിയുള്ള വീട്. അവിടുന്ന് എന്നെ ഇറക്കി വിട്ടേ. ഇപ്പം ഞാൻ താമസിക്കുന്ന വീടും 4 മുറിയുള്ള ആസ്പെറ്റോസ് ഇട്ട വീടാണ്. അവിടെ താമസിക്കുന്നത്. പക്ഷെ ഞാൻ വളർന്നാൽ ഞാൻ കല്യാണം കഴിക്കും. ഞാനൊരു വീട് പണിയും. ഞാൻ പണിയുന്ന വീടിന് 2 നില വേണം. ആ താഴത്തെ നിലയിൽ ഞാനങ്ങ് താമസിക്കും 4 വീട്. മേളിലത്തെ നിലയിൽ 4 മുറി കാണും. സ്നാനപ്പെട്ട കുറ്റത്തിന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടവരെ ഞാൻ കൊണ്ട് താമസിപ്പിക്കും. അങ്ങനെ ഒരു വീട് പണിയാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വളർന്നില്ല, വളർന്നാൽ. വിവാഹം കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. കാര്യം ഇന്നേ ഇവൻ്റെ കാഴ്ചപ്പാട് പോയാൽ നാളെ എന്നെ വരെ ആകുമെന്ന്. സിസ്റ്റർ മേരി കോവൂർ പണ്ട് ഇവിടെ ഒരു തമാശ പറഞ്ഞ് ഓർമ്മയുണ്ട്. കൊച്ചമ്മ ഞാൻ കുഞ്ഞും തമാശ പറയുമായിരുന്നു. ഒരു പുള്ളി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പിറ്റേ ദിവസം കൊച്ചമ്മയോട് പറഞ്ഞു, കൊച്ചമ്മ, ഞാൻ കിടക്കുമ്പോൾ ലണ്ടൻ 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 എന്നെൻ്റെ ചെവിയിൽ ആരോ പറയുന്നതായിട്ട് തോന്നുന്നു. കൊച്ചമ്മ പറഞ്ഞു, തീർന്നു. സാധാരണക്കാരൻ മൂക്കിൽ കൂടെ പല്ല് വന്നിട്ടാണ് ലണ്ടനിൽ പോകണമെന്നൊക്കെ പറയുന്നത്. നിനക്ക് ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ നീ വളരുമെന്ന് തോന്നുന്നില്ല. കാര്യം നിൻ്റെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി. ഈ ചെറുക്കൻ വളരുമോ എന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും അവൻ്റെ കാഴ്ചപ്പാട് ഇത്രേ ഉള്ളായിരുന്നു. ഞാൻ വളർന്നാൽ 8 മുറിയുള്ള ഒരു വീട്, അതിനകത്തെ 4 മുറി, ഓരോ മുറിയിൽ ഓരോരുത്തനെ സ്നാനപ്പെട്ട കുറ്റത്തിന് ഇറക്കി വിടുന്നവനെ. ഒരു മുറി കൂടുതൽ ഒരാൾക്ക് കൊടുക്കുന്ന ചിന്ത അവനില്ല. അനാഥരെ പാർപ്പിക്കുന്ന ഒരു ഇടമാണ് അവൻ്റെ നോട്ടം. യബ്ബേസ് പറഞ്ഞു, ഞാൻ പണിതാൽ അനാഥ പിള്ളേരെ പാർപ്പിക്കാനല്ല, ഈ തലമുറയിലെ ശാസ്ത്രജ്ഞന്മാരെയും ഈ തലമുറയിലെ വലിയവരെയും ഈ തലമുറയിലെ കലാകാരന്മാരെയും ഈ തലമുറയിലെ ഏറ്റവും കൊള്ളാവുന്നവരെയും പാർപ്പിക്കുന്ന ഒരു പട്ടണം എനിക്ക് പണിയണം. തമ്പുരാൻ പറഞ്ഞു, പണി മോനെ പണി, നിന്നെ ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചേക്കാം. ആരാ നീ? ആള് അമ്മയാൽ ശപിക്കപ്പെട്ടവൻ, ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ പേര് മാറ്റുവാൻ ശക്തനായവൻ, സാഹചര്യം മാറ്റുവാൻ ശക്തനായവൻ. സാധാരണഗതിയിൽ ഒന്ന് ഉയർത്തുകയല്ല, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി മാറി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, ഈ തലമുറയിലെ സാധാരണക്കാരെക്കാൾ ഏറ്റവും മാന്യരായി മാറുവാൻ, വലിയൊരു അന്തരമിടുവാൻ ദൈവത്തിന് ചിലരെ വേണം. അത് ബേഥേലിൽ നിന്നാകട്ടെ, അത് ബേഥേലിൽ നിന്നാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവം ചിലത് ചെയ്തു തരുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. ദൈവം ഈ തലമുറയിൽ നമ്മെ ഒന്ന് ശക്തീകരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. അതിന് ഞാൻ എന്ത് വേണം? ദൈവത്തിന്റെ വഴിയിൽ നടന്നേ മതിയാകൂ. ദൈവം ഒരുവനെ ദൃഷ്ടി വെച്ചാൽ അവൻ നടക്കുന്ന പാതകളെ എൻ്റെ ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ഹൃദയത്തിന്റെ ഉള്ളറയിൽ എന്തുണ്ടെന്ന് അവൻ നോക്കും. നടപ്പിൽ അവൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. അകത്തും പുറത്തും കൊള്ളാവുന്നവരായി തെളിയിക്കുവാൻ ചിലതിനെ തമ്പുരാൻ പുറത്തെടുക്കട്ടെ. ചിലതിനെ തമ്പുരാൻ പുറത്തെടുക്കട്ടെ. ഞാൻ ദാനിയേൽ പ്രവചനം 3:28 വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. 1-2 വാക്യം കൂടെ നമ്മൾ വായിക്കും. ദാനിയേൽ പ്രവചനം 3:28. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഇതുവരെ നമ്മൾ വായിച്ചത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വാക്യമാണ്. ഞാനൊന്ന് കണക്ട് ചെയ്യാൻ പോവാം. യബ്ബേസ് പാർത്തിരുന്ന കാലം ഇയാൾ ദൈവത്തെ എവിടെ കണ്ടിട്ടാണ് ചോദിച്ചെന്നുള്ളതാണ്. അന്ന് ദൈവത്തെ കാണണമെങ്കിൽ ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ കയറുന്ന മഹാപുരോഹിതന് പുകയ്ക്കകത്തൂടെ കാണുന്നതല്ലാതെ ദൈവത്തെ കാണാനൊക്കാത്ത കാലം. യബ്ബേസ് ദൈവത്തെ എവിടെ കണ്ടാ ചോദിച്ചെന്ന്. യബ്ബേസിന്റെ കാലഘട്ടം ഞാൻ ഒന്നുകൂടെ തൊടാം. ദൈവത്തെ കാണണമെങ്കിൽ മഹാപുരോഹിതൻ ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ തൻ്റെ കയ്യിലിരിക്കുന്ന ധൂമവർഗത്തിന്റെ പുകയുടെ അകത്തൂടെ മാത്രം കണ്ടിരുന്ന കാലം.
അല്ലാതൊരുത്തർ ദൈവത്തെ കാണാനൊക്കാത്ത കാലം എബേസ് ദൈവത്തെ എങ്ങനെ കണ്ടു? പക്ഷെ അക്കാലത്ത് ദൈവത്തെ കണ്ട പലരും ഉണ്ടായിരുന്നു. ആ കണ്ടതൊക്കെ അങ്ങോട്ട് എന്ന് കണ്ടതല്ല, ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ദൈവം ഇങ്ങോട്ട് വന്ന് കണ്ടതാ. അങ്ങനെയാണ് എബേസിനെ തപ്പി തമ്പുരാനും നടക്കുക. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിൽ കയറി ദൈവത്തെ കാണാൻ ഒക്കത്തില്ല. പകരം തങ്കലേകാഗ്രചിത്തന്മാരായ ആരൊക്കെ ഉണ്ടെന്ന് കാണുവാൻ തമ്പുരാന്റെ കണ്ണ് ഇതിനകത്തോട് ഊടാടി നടക്കുക. എബേസ് ദൈവത്തെ കണ്ടത് തമ്പുരാൻ ഇങ്ങോട്ട് വന്ന് കണ്ടതാ. ദൈവം ചിലരെയൊക്കെ കാണാറുണ്ട്. അതിൽ ഒരാളായിരുന്നു, ഒരു ഇൻസിഡന്റ് ആയിരുന്നു ശദ്രക് മേശക് അബേദ്നെഗോവ്. ദൈവത്തിന്റെ പ്രമാണത്തിൽ ഇത് മാറാതെ എന്റെ ശരീരം ചുട്ടാൽ കൊതുക് കടിച്ച പ്രാർത്ഥിക്കാൻ വരാത്തവരുണ്ട്. മനസ്സിനകത്ത് ഇറിറ്റേറ്റിംഗ് ഫീലിംഗ്, ഞാൻ വരുന്നില്ല. നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വഴി ത്യജിച്ചു പോകുന്ന ഒരു ജനസമൂഹത്തിന്റെ നടുവിൽ എന്നെ തീയിലിട്ട് ചുടുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രമാണം വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന 3 ബാലകന്മാരെ എടുത്ത് തീയിലിട്ടാൽ തീയിലിറങ്ങുവാൻ ദൈവം അവരുടെ കൂടെ ഇറങ്ങി വരും. ഈ രാത്രിയിൽ കമ്മിറ്റ്മെന്റുകളുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ദൈവം നമ്മിൽ ചിലരെ കാണട്ടെ. പാസ്റ്റർ ജോൺസൺ പണ്ടൊരിക്കൽ ഇതേ സ്റ്റേജിൽ, കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പിലത്തെ വർഷമാണോ ഞാൻ ഓർക്കുന്നില്ല, ഇതേ സ്റ്റേജിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ ഓർപ്പിക്കാം. സാധാരണക്കാരായ ഒരുപാട് ബാലകന്മാർ അന്ന് നെബൂഖദ്നേസർ രാജാവ് കൊണ്ടുപോയ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ കുലീനന്മാരും കൊള്ളാവുന്നവരുമായ ഒരു 70 എണ്ണത്തെ രാജാവ് തിരഞ്ഞെടുത്തു. രാജാവ് തിരഞ്ഞെടുത്തേച്ച് പറഞ്ഞു, രാജഭോജനം തന്ന് നിങ്ങളെ പോഷിപ്പിക്കാം, പക്ഷെ നിങ്ങൾ കൽദയരെ പോലെ ആകണം. നാട്ടുകാരനെ പോലെ ആയാൽ രാജഭോജനം തരാം. എൻ്റെ ആശയത്തിൽ എൻ്റെ വാക്കിലേക്ക് വരാം. ഞാനവിടെ ഉണ്ടായിരുന്നേ പറഞ്ഞേനെ, എടാ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞ വാക്യം അല്ലയോ ഇത്? എൻ്റെ കൂടെ അടിമകളായി പിടിക്കപ്പെട്ടവനൊക്കെ ചാട്ടവാറിൻ്റെ അടിയും കൊണ്ട് തുണിയില്ലാതെ ആഹാരമില്ലാതെ കൂലിവേല ചെയ്യുമ്പോൾ എന്നെ രാജാവിൻ്റെ കൂടെ ഇരുത്തി ചോറ് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ കൽദയനെ പോലെ ജീവിച്ചാൽ തയ്യാറാണ്. പക്ഷെ കൂട്ടത്തിലൊരു 4 പേര് പറഞ്ഞു നടപ്പില്ല. ശദ്രക് മേശക് അബേദ്നെഗോ ദാനിയേൽ ഒരു 4 പേര് പറഞ്ഞു നടപ്പില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജാവ് കഴിക്കുന്ന ആഹാരം കൊണ്ടും ഞങ്ങളെ മലിനമാക്കത്തില്ല. അന്ന് കൂടെ വന്നവരൊക്കെ ചോദിച്ചാണ് 70 പേരെയാണ് കൊണ്ടുപോയതെങ്കിൽ ബാക്കി 66 പേര് ചോദിച്ചു കാണും, നീ 4 എണ്ണമേ ഉള്ളോടാ ബന്ധുക്കോസുകാർ, ഞങ്ങളാരും ബന്ധുക്കോസ് അല്ലയോ എന്ന്. അല്ലടാ, അത് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ്, സഭയെന്ന് പേരുള്ള പല കൂട്ടമുണ്ടെങ്കിലും സഭയാണ്. ആകെ 70 എണ്ണം തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വന്നതിൽ 4 എണ്ണേ ഉള്ളോടാ ബന്ധുക്കോസുകാർ, ഞങ്ങൾ പിന്നെ എന്നതാ, നീ എന്തുവരും ആകെ. പക്ഷെ ഞാൻ മറ്റേതിനില്ല. ഈ 4 പേരെ തമ്പുരാനൊന്ന് മാനിച്ചു. ബാക്കി എൻ്റെ ആശയമല്ല, അദ്ദേഹത്തിൻ്റെ ആശയമാണ്. ഈ 4 പേരിൽ ഒരു 3 എണ്ണമാണ് തീച്ചൂളയിൽ പോയി വീണത്. അവരെ തീച്ചൂളയുടെ നടുവിൽ നിന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായ പ്രകാരം അവർ തീയുടെ ബലത്തെ കെടുത്തി. അന്ന് അവൻ പറഞ്ഞ വാചകം ഞാൻ അതുപോലെ ആവർത്തിക്കട്ടെ. തീ കെടുത്താൻ പലർക്കും കഴിയും, പക്ഷെ തീയുടെ ബലം കെടുത്തുന്നതാ വലുത്. തീ കെടുത്തുന്ന പലരും കണ്ടേക്കാം, തീയുടെ ബലം കെടുത്തുന്നതാ വലുത്. തീയുടെ നടുക്കോട്ട് ഇറങ്ങി നിന്ന് അവരൊരു വെല്ലുവിളിയുണ്ട്. ബാബേലിന്റെ നാണം കെട്ട തീയെ, ആ വാചകം ഞാൻ അതുപോലെ ആവർത്തിക്കുക, കഴിവുണ്ടെങ്കിൽ എൻ്റെ തേണ്ടി തലമുടിയേൽ ഒരെണ്ണം ഒന്ന് കരിക്കണവാ. ബാബേലിന്റെ നാണം കെട്ട തീയെ, നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ കാച്ചട്ട തയ്ച്ചിരിക്കുന്ന നൂലേൽ ഒരു തീയുടെ മണമടിപ്പീരടാ വാ. നാണം കെട്ട തീയെ, നിന്റെ നടുവിൽ നിന്ന് എന്നെ വെല്ലുവിളിക്കുക. കാരണം രാജഭോജനം കൊണ്ട് എന്നെ മലിനമാക്കുകയില്ല എന്ന് പറഞ്ഞവന് വേണ്ടി ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ദൈവപുത്രനോട് സമനായവൻ ഇറങ്ങി വന്നു. തമ്പുരാന് ചിലരെ വേണം. വിശുദ്ധി സൂക്ഷിക്കുന്ന, വേർപാട് സൂക്ഷിക്കുന്ന, പ്രമാണം സൂക്ഷിക്കുന്ന ചിലതിനെ ദൈവത്തിന് വേണം. യഹോവയുടെ ദൂതൻ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി പ്രത്യക്ഷനായി ഒരു കാര്യം പറഞ്ഞു, ഞാൻ ദൈവമാണെന്ന് തെളിയിക്കുവാൻ എന്റെ ജനത്തോടുകൂടെ ഞാൻ ഇറങ്ങി വന്നു. ദൈവത്തെ എവിടെ ചെന്ന് കണ്ടതാ? തമ്പുരാൻ ഇങ്ങോട്ട് വന്ന് കണ്ട. ശദ്രക് മേശക് അബേദ്നെഗോ ദൈവത്തെ എവിടെ ചെന്ന് കണ്ടതാ? തമ്പുരാൻ ഇങ്ങോട്ടിറങ്ങി വന്ന് കണ്ടതാ. ദാനിയേൽ പ്രവചനത്തിൽ
6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കണമെന്നൊന്നുമില്ല. സിംഹങ്ങളുടെ ഗുഹയിൽ ദൈവം തന്റെ ദൂതനെ അയച്ചു. 4 പേരുടെ കൂട്ടത്തിൽ നമ്മൾ 3 പേരെ തൊട്ട് രാജഭോജനം കൊണ്ട് തന്നെത്താൻ മലിനമാക്കാത്ത 3 പേരെ കണ്ടു തീച്ചൂടയുള്ള നടുവിൽ. 4-ാമനാണ് ദാനിയേൽ. അദ്ദേഹത്തെ എടുത്ത് സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. അവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി സിംഹങ്ങളുടെ വായടച്ചു. അവൻ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, സിംഹത്തെ കൊല്ലുന്നത് നിസ്സാരമാണ്. ദാവീദ് കൊന്നു, നാണം കെട്ട ശിംശോൻ കൊന്നു. ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ ഈ എന്തോ പ്രിഫിക്സ് ചേർത്ത സാധാരണ വിളിക്കുന്നത്. കാര്യം അഭിഷേകം പ്രാപിച്ചേച്ച് കളഞ്ഞ് തോരഞ്ഞ് ഉള്ളിയാണ്. കൂടുതൽ പോകുന്നില്ല. നാണം കെട്ട ശിംശോൻ കൊന്നു. സിംഹത്തെ കൊന്നത് വേറെ, വായടച്ചത് വേറെ. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയുടെ നടുക്ക് കിടന്നുകൊണ്ട് വിളിക്കുന്ന വിളി അവൻ പറയുന്നത്, നാണമില്ലാത്ത സിംഹമേ കഴകമുണ്ടേ വായെന്ന് വിളിക്കടാ, ബാക്കിയല്ല പിന്നെ ചേട്ടാ ഞാൻ വന്ന് കിടക്കുക, വായൊന്ന് പൊളിക്ക്. കൊല്ലുന്നത് വേറെ, സിംഹത്തിന്റെ വായടയ്ക്കുന്നത് വേറെ. നിന്റെ വായടച്ച് നിർത്താനാ. ഇതിന് കൃപ ലഭിച്ചത് ദൈവം ഇറങ്ങി വന്ന ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു എന്ന് ദാനിയേൽ സാക്ഷ്യം പറയുന്നുണ്ട്. ദൈവത്തിന് ചിലരെ കാണാനുണ്ട്, തേടി ഇങ്ങോട്ട് ഇറങ്ങി വരും. അങ്ങോട്ട് എന്ന് നമ്മളാരും കാഴ്ചയില്ല. ദൈവത്തിൻ്റെ ആവശ്യം ചെയ്യുവാൻ ചില വ്യക്തിത്വങ്ങൾ ദൈവത്തിന് വേണം. വ്യത്യസ്ത തലമുറകളിൽ നിന്ന് പലതിനെ തേടി ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ ദൈവത്തിന് അബ്രഹാമിനെ വേണമായിരുന്നു, തേടി തന്റെ മുറിയിലേക്ക് ഇറങ്ങി വന്നു. ഒരിക്കൽ ദൈവത്തിന് യാക്കോബിനെ വേണമായിരുന്നു, തന്നെ തേടി ഇറങ്ങി വന്നു. ദൈവത്തിന് യോസെഫിനെ വേണമായിരുന്നു, തേടി ഇറങ്ങി വന്നു. ദൈവത്തിന് എന്നെ വേണമായിരുന്നു, തേടി ഇറങ്ങി വന്നു. സഭയെ വേണം, തേടി ഇറങ്ങി വരികയാ. ആരും അങ്ങോട്ട് പോയി കാണുകയല്ല. ദൈവിക ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ രാത്രിയിൽ ചിലരെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എനിക്ക് തന്നൊരു വാഗ്ദത്ത വചനം കൂടെ വായിക്കണമെന്ന് ആശയുണ്ട്. വായിച്ചു വിടുക. എത്രയും വിശദീകരിക്കാമെന്ന് അറിയത്തില്ല. മീഖ 4:11 മുതൽ 13 വരെ. അത് ഇന്ന് രാവിലെ എടുക്കണമെന്ന് കണ്ട് എടുത്തതാ, ഒത്തില്ല, വൈകിട്ടേലും ആട്ടെ. മീഖ 4 ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. സിയോനെ, നിന്റെ സ്ഥിതി നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ദൈവം ഇങ്ങോട്ട് പറയുക, നീ ഒന്ന് വൃത്തികേടാകുന്നത് കാണാൻ, നീ ഒന്ന് മലിനയാകുന്നത് കാണുവാൻ, നിന്നെ ഒന്ന് നാണം കെടുത്തി കാണുവാൻ നിന്റെ വട്ടം കൂടുന്ന അനേക ജാതികളുണ്ട്. ചുറ്റുവട്ടം ആളുകൾ ചിരിച്ചു കാണിക്കുമ്പോൾ സ്വത്രമെന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനൊന്ന് നശിച്ചു കാണാൻ, നിങ്ങളൊന്ന് നശിച്ചു കാണാൻ പലരും വട്ടത്തിലുണ്ട്. അശുദ്ധമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയർത്തുന്ന ആളുകളുണ്ട്. മന്ത്രവാദത്തെക്കാൾ നാശം പിടിച്ചതും അതിനേക്കാൾ ശിക്ഷാർഹവുമാണ് ദൈവത്തിന് വിരോധമായ പ്രാർത്ഥന. സോളിഷ് പ്രയർ എന്ന് അതിനെ വിളിക്കും. ഒരു സ്പിരിച്വൽ വാർഫെയർ സെക്ഷനിൽ നമുക്കത് തൊടാം. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന പലരും നിന്നെ നാണം കെടുത്തി കാണാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. നീ അറിയുന്നില്ല ഇസ്രായേലേ, നിന്നെ നാണം കെടുത്താൻ പലരുമുണ്ട്. നിനക്കൊരു ലജ്ജ ഭവിക്കുന്നത് കാണാൻ, പോകുന്ന വഴിക്ക് വഴി കാല് തെറ്റി ഒന്ന് വീഴുകയും ചെയ്താൽ ഒന്ന് ചിരിക്കാൻ. ക്ലാസ്സിൽ വന്നാൽ എപ്പോഴും കുട്ടികളെ തല്ലുന്ന ഒരു സാറ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരിക്കലും സാറിൻ്റെ കസേരയുടെ കീഴിൽ 2 പിള്ളേർ ചേർന്ന് റബ്ബറിൻ്റെ കാ കൊണ്ട് വെച്ചു. സാർ ഒന്ന് ഇരിക്കുക, പടക്കുന്നൊരു ശബ്ദം, സാറൊന്ന് ചാടി എഴുന്നേക്കും. അത് കാണാനാ പേടിച്ചു. പൊട്ടിത്തെറിക്കുന്ന ഒരു കായ റബ്ബറും കാ. അതുകൊണ്ട് കസേരയുടെ കീഴിൽ കയറ്റി വെച്ചു. സാർ ഓടി വന്ന് ഗമയിൽ ഒരൊറ്റ ഇരിപ്പ്, ടടക്, ഇത് പൊട്ടി. സാറ് ഞെട്ടിപ്പോയി. അത് കണ്ടൊരു ചിരി. എന്നെ നിങ്ങളെ കണ്ടൊന്ന് ചിരിക്കാനിരിക്കുന്ന ഒരുപാടെണ്ണമുണ്ട്. 1-2 ജാതികൾ കൂടിയിരിക്കുക. നിന്റെ വീഴ്ച കണ്ട് ചിരിക്കുവാൻ കൂടിയ ജാതികൾ. വായിച്ചോതാവട്ടെ. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ വിചാരങ്ങൾ അവർ അറിയുന്നില്ല. പിന്നെ അവന്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. ദൈവിക ആലോചന അവർക്ക് അറിയാൻ വയ്യ. അവർ വ്യാജ പ്രവചനങ്ങളിലാ, വ്യാജ വാക്കുകളിലാ. വായിച്ചു. കറ്റകളെ പോലെ അവൻ അവരെ കളത്തിൽ കൂട്ടുമല്ലോ. ദൈവം ഇവരെ കറ്റ കൂട്ടുന്ന പോലെ കളത്തിൽ കൂട്ടുക. ഇതുവരെ അറിയുന്നില്ല. വട്ടത്തിൽ കൂടുമ്പോൾ ഇവരുടെ തോന്നൽ, ഞങ്ങൾ ഇപ്പം കളിയാക്കി ചിരിക്കും, ഞങ്ങൾ ഇവന്റെ വീഴ്ച കാണും, മലിനത കാണുമെന്ന. പൊന്നി ജാതി, നീ അറിയുന്നില്ല. തമ്പുരാൻ നിന്നെ കെട്ടി കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. അടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സിയോൻ പുത്രി ഒന്ന് എഴുന്നേറ്റ് നീ കറ്റി അങ്ങ് മെതിച്ചു. അവരോടൊന്നും പോകണ്ട.
നീ കൊയ്യാൻ മെനക്കെടണ്ട. തമ്പുരാൻ കൊണ്ട് വട്ടത്തിൽ കൂട്ടിയിട്ടിരിക്കുക. അവർ വന്ന ലക്ഷ്യം നിന്നെ അപമാനിച്ച് കാണാനാ. പക്ഷെ ഞാൻ കൊണ്ടുവന്ന ലക്ഷ്യം നിനക്കൊരു കൊയ്ത്ത് തരാനാ. എഴുന്നേറ്റ് മെതിക്ക. വായിച്ചു. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമരവുമാക്കും. ഞാൻ ഇത് വായിച്ചിട്ട് അനേക പ്രാവശ്യങ്ങൾ നമ്മുടെ ചർച്ച പറഞ്ഞിട്ടുണ്ട്. മടിയന്മാരും ദൈവവും കൂടെ ഡീലിംഗ് ഇല്ല. വെളുത്താലും വെളുക്കുന്നതിന് മുമ്പ് കിടന്ന് ഉറങ്ങുന്നതുമായി ദൈവത്തിന് ഡീലിംഗ് ഇല്ല. എഴുന്നേറ്റ് മെതിക്ക്. നീ എഴുന്നേറ്റ് മെതിച്ചാൽ ഞാൻ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. വായിച്ചു. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമരവുമാക്കും. വായിച്ചു. നീ അനേക ജാതികളെ തകർത്ത് കളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെ കുഞ്ഞാടിന് നിവേദിക്കുകയും ചെയ്യും. കർത്താവിന് നിവേദിക്കുകയും ചെയ്യും. ദൈവത്തിന്, കർത്താവിന് ചില നിവേദ്യങ്ങൾ നടത്തുവാൻ, നീ കൊയ്തെടുക്കുവാൻ, മെതിച്ചെടുക്കുവാൻ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ട് കൂട്ടിയിരിക്കുക. ഞാൻ നിനക്ക് കൊമ്പ് തരാം, കുളമ്പ് തരാം. നീ ആൾ മാറിയവരെ പോലെയാകും. 21 ദിവസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കൊമ്പും കുളമ്പുമായി ആൾ മാറിയവരെ പോലെ എഴുന്നേൽക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. ആരെഴുന്നേൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. ആര് മെതിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അവരെ ചിലത് ഏൽപ്പിക്കുവാൻ തമ്പുരാന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അടുത്ത 21 നാം ഫോക്കസ്ഡ് ആയിരിക്കണം. ചർച്ചിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നിനിയും ഓടിച്ചു പോകാനേ ഒക്കത്തുള്ളൂ. പക്ഷെ അത് പറയാതെ ഒക്കത്തില്ല. നമുക്ക് ഈ സെക്ഷൻ ക്ലോസ് ചെയ്യാം. ദയവായിട്ട് മെയിൻ പ്രയർ പോയിന്റ്സ് ഒന്ന് ഫോക്കസ് ചെയ്യുമോ? അതൊന്ന് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചു പോകുവാൻ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? ഞാൻ 5 മിനിറ്റിനടുത്ത് എടുക്കത്തുള്ളൂ, അതിൽ കൂടുതൽ എടുക്കത്തില്ല. ഒന്നാമത്തേത് 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ള ദൈവിക കാവല. 21 തമ്പുരാൻ സാധിച്ചു. പകുതി കടന്നു. പിശാച് കലിതുള്ളി നിൽക്കുക. ദൈവിക കാവൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും. ഉപവാസം കൊണ്ട് തീർന്നില്ല. ഇവിടെ കൊണ്ട് ആ ദൂതൻ പോയാൽ അടുത്ത കാവൽ നമുക്ക് വേണം. കാര്യം ജാതികൾ വട്ടത്തിലാ. അവരുടെ നോട്ടം തകർക്കാനാ, അവരുടെ നോട്ടം മുടിച്ചു കളയാനാ, അവരുടെ നോട്ടം നമ്മെ വൃത്തികേടാക്കാനാ. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന്റെ കാവൽ വേണം. ആരാധനകൾക്ക് ദൈവത്തിന്റെ കാവൽ വേണം. പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ കാവൽ വേണം. ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. വർഗീയ ശക്തികളിൽ നിന്നുള്ള ദൈവിക കാവൽ ചോദിക്കാം. പ്രതികൂലങ്ങളിൽ നിന്നുള്ള കാവൽ ചോദിക്കാം. നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാൻ. കർത്താവേ, ഞങ്ങളുടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 22ാം രാത്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ പകുതി നന്നായി തീർത്തു തന്ന ദൈവമേ, 2ാം പകുതിയിൽ ഞങ്ങളിതാ തിരുമുമ്പിലേക്ക് കാൽ വെച്ചിറങ്ങുന്നു. ഒരു വലിയ ദൈവിക കാവൽ കൂടിയിരിക്കണേ. നാൾ തോറും രാത്രി തോറും തേജസ്സിന്റെ മേൽ തേജസ് പുതുക്കിയവരായി ഞങ്ങൾ വളരുവാൻ, ഞങ്ങളെ വളർത്തുവാൻ ആ കാവൽ തരണേ. ദൈവസഭയ്ക്ക് അതിന്റെ കാവൽ തുടരണമേ. അത് യേശുവിന്റെ നാമത്തിൽ ആമേൻ. 2ാമത്തെ പോയിന്റ്, എവിടെയൊക്കെയാ കാവൽ വേണ്ടതെന്ന്. ഇറ്റ്സ് 1A. 1, സഭയ്ക്ക് കാവൽ വേണം. 2, വ്യക്തികൾക്ക് കാവൽ വേണം. പിശാച് പലരെ ഉന്നം വെക്കും. പ്രയോജനപ്പെടുമെന്ന് കണ്ടതിനെ ഒക്കെ പിശാച് ഉന്നം വെക്കും. 3, കുടുംബങ്ങൾക്ക് കാവൽ വേണം. 4, ഏരിയകൾക്ക് കാവൽ വേണം. എവിടെ നിന്നെല്ലാമാണ് കാവൽ വേണ്ടത്? 1, ശത്രുക്കളിൽ നിന്ന് കാവൽ വേണം. 2, അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും കാവൽ വേണം. 3, മരണത്തിന്റെ ശക്തിയിൽ നിന്നും രോഗത്തിന്റെ ശക്തിയിൽ നിന്നും കാവൽ വേണം. 4, ശുശ്രൂഷകന്മാർക്കും ചർച്ച് എൽഡേഴ്സിനും പ്രത്യേക കാവൽ വേണം. കുടുംബങ്ങൾക്കും ഏരിയകൾക്കും വ്യക്തികൾക്കും സഭകൾക്കും ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ട് നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ ഈ കാവൽ ചോദിക്കുകയാണ്. ഈ 40 കൊണ്ടല്ല കർത്താവേ, അങ്ങയുടെ വരവ് വരെ, ഞങ്ങളുടെ ശുശ്രൂഷ ഇവിടെ തികയുന്നത് വരെ, ഞങ്ങളുടെ ശുശ്രൂഷ ഇവിടെ തികയുന്നത് വരെ ഒരു ദൈവിക കാവല് ഞങ്ങളെ കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഉണർവ് ഈ രാജ്യത്ത് പൂർത്തീകരിച്ചെടുക്കുന്നത് വരെ, ഓ ഗോഡ്, അവരുടെ ശുശ്രൂഷകാലം തികയുവോളം ഒരു ശക്തിയും തൊടാതെ തമ്പുരാൻ ഞങ്ങളെ കാക്കുവാൻ ആ കാവലിന് വേണ്ടി ഏൽപ്പിക്കുന്നു. ഏഞ്ചാലിക് മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ദൂതന്മാരെ ഇറങ്ങി വരിക. അങ്ങ് ദൂതന്മാരെ അയച്ചാലും കാവലിന്റെ ദൂതന്മാർ, ഊരിപ്പിടിച്ച വാളുള്ള ദൈവ ദൂതന്മാർ, അത് കാവലിന് വേണ്ടി ഇറങ്ങി നിൽക്കട്ടെ. ദൈവിക കാവൽ ഇവിടെ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. 2ാമത്തെ പോയിന്റ്, സഭയുടെ ഐക്യത. അത് ഏതെങ്കിലുമൊക്കെ സ്പിരിച്വൽ വാർഫെയർ സെക്ഷൻ ഞാൻ വിശദീകരിച്ചോളാം. തൽക്കാലം ഐക്യത എന്ന് മാത്രം ഇരിക്കട്ടെ.
കുടുംബങ്ങൾക്കകത്തെ ഐക്യത, ശുശ്രൂഷകന്മാർ തമ്മിലുള്ള ഐക്യത, വിശ്വാസികൾ വിശുദ്ധന്മാർ തമ്മിലുള്ള ഐക്യത. വിശുദ്ധന്മാർ തമ്മിലുള്ള ഐക്യത എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധന്മാരല്ലാത്തവരുമായുള്ള വേർപാട്, അതതിൻ്റെ ഭാഗമാണ്. ഒരൈക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു ദൈവിക ഐക്യത ഞങ്ങൾക്ക് തരണേ. അത് യേശുവിൻ്റെ നാമത്തിൽ നിന്നും ആമേൻ. അടുത്തത്, ശുശ്രൂഷകന്മാർ പുതിയ മൂർച്ചയുള്ള ശുശ്രൂഷകന്മാരായി മാറുവാൻ, അല്ലെ ശുശ്രൂഷകൾ മൂർച്ചയേറിയതായി മാറുവാൻ. ഒന്ന്, ജനത്തിൻ്റെ ഇടയിൽ ആ മൂർച്ചയുള്ള ശുശ്രൂഷ പരക്കണം. രണ്ട്, ശുശ്രൂഷകന്മാർക്ക് ദൈവം ഒരു പുതിയ മൂർച്ച പകരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെ തൃക്കരങ്ങളിൽ തരുന്നു. മൂർച്ചയുള്ള നാവുകളായി ദൈവം അവരുടെ നാവുകളെ, കൈകളെ, കാലുകളെ അവരെ തന്നെ അങ്ങ് രൂപീകരിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്യണം കർത്താവേ. ഞങ്ങൾ മൂർച്ചയുള്ളവരായി മാറട്ടെ. അതിൻ്റെ പുതുമകൾ പകരണേ. അത് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാനത് പറയുമ്പോൾ രണ്ട് കാര്യം എടുത്തോർപ്പിക്കാൻ ദൈവാത്മാവ് എന്നോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ ചെയ്യുക. എൻ്റെ ടൈം പോകും. രണ്ട് പ്രത്യേക ശുശ്രൂഷകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കാനിടെ. ഒന്ന്, ഇന്ന് രാവിലെ സെക്കൻഡ് സെക്ഷനിൽ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് പാസ്റ്റർ കോൾട്ടൺ വിക്രമാദിത്യൻ്റെ ചരിത്രം എടുത്തുകൊണ്ട് ഓർപ്പിച്ചു. പാസ്റ്റർ കോൾട്ടൺ വിക്രമാദിത്യനെ എനിക്ക് പേഴ്സണലായി അറിയാമായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സിലോണിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടായിരുന്നു. നിത്യതയിലേക്ക് പ്രവേശിച്ചു. കോൾട്ടൺ തൻ്റെ ചർച്ചിനെക്കുറിച്ച് ഒരിക്കലൊരു സാക്ഷ്യം പറഞ്ഞത് ഇന്ന് പാസ്റ്റർ ജെയിംസ് ഇവിടെ ആവർത്തിച്ചു. കോൾട്ടൺ നേരിട്ട് പറഞ്ഞത്, എന്നോട് പറഞ്ഞതാണിത്. അങ്ങനെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇത് സാക്ഷി പറയുന്നത് ഞാൻ കേട്ടതാണ്. അതിങ്ങനെയാണ്. സിംഗളക്കാരും തമിഴരും രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് സിലോണിൽ വഴക്ക് നടക്കുന്ന കാലം. രണ്ടുപേരും അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അംഗങ്ങളാണ്. അദ്ദേഹം അതിൻ്റെ പാസ്റ്ററുമാണ്. പക്ഷെ ഇവർ തമ്മിൽ സഭയ്ക്കകത്ത് വഴക്കായി. ഒരു ദിവസം സഭാജനങ്ങൾ ഉൾപ്പെടെ ചർച്ച് ഹോൾ പ്രധാനമായും ചുട്ടുകളവാൻ അവർ വന്നു. ഇന്ന് രാവിലെ ചരിത്രം പാസ്റ്റർ ജെയിംസ് ഇവിടെ ആവർത്തിച്ചു. അങ്ങനെ പറഞ്ഞതിന് അല്പം വ്യത്യാസം പാസ്റ്റർ കോൾട്ടൺ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു. ഞാൻ കോൾട്ടൺ പറഞ്ഞതുപോലെ വരാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെളിയിൽ നിന്ന് ആളുകൾ പെട്രോൾ നിറച്ച വീപ്പകളുമായി ചർച്ച് കരിക്കാൻ വേണ്ടി വന്ന് ഇവരോട് പറഞ്ഞു, 15 മിനിറ്റ് സമയം തരാം, ഇറങ്ങി മാറിക്കോ, അല്ലെങ്കിൽ ആളുകളെ കൂടെ കൊല്ലും, ഏതായാലും ഈ കെട്ടിടം കരിക്കുക. അദ്ദേഹം പറഞ്ഞു, ആരും ഇറങ്ങണ്ട, നമ്മൾ എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടാമെന്ന്. അങ്ങനെ സഭ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ആളുകൾ തേണ്ട ഓടുന്നു. ഈ വീപ്പകളും തള്ളിക്കൊണ്ട് ആളുകൾ ഓടുക. അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ അദ്ദേഹം ഒരു കൊച്ചനെ വിളിച്ചത്. എന്നോട് വളരെ ആത്മാർത്ഥതയുള്ളൊരു കൊച്ചൻ, അന്ന് കത്തിക്കാൻ വന്ന കൂട്ടത്തിലാണ്, ഓടിയ കൂട്ടത്തിലാണ്. അവനെ വിളിച്ച്, ചികട കുഞ്ഞൻ, നീ എൻ്റെ കയ്യിൽ നിന്ന് കർത്തൃമേശ എടുത്ത് തിന്നുന്നവൻ എന്നെ കത്തിക്കാൻ എങ്ങനെയാടാ വന്നതെന്ന് ചോദിച്ചു. അതൊക്കെ ഭാഷാടിസ്ഥാനത്തിൽ ചെകുത്താൻ ഇളകിയാൽ അവൻ ഏത് വിശുദ്ധനെയും കൊണ്ടുപോകും. ഒരിക്കൽ പോയാൽ യൂദായ പിന്നെ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. ഏത് വിശുദ്ധനും അത്രേ ഉള്ളൂ. ഓക്കെ, ഇവൻ പറഞ്ഞു, ഞങ്ങൾ ഓടാൻ കാരണം അതിനകത്ത് തീ കത്തി വെളിയിലോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടു. ആ തീ എങ്ങാണ് ഞങ്ങളുടെ വീപ്പയുടെ അടുത്ത് വന്നു പോയെങ്കിൽ പെട്രോളിന് തീ പിടിച്ചാൽ ഞങ്ങൾ ബാക്കിയില്ല, അതുകൊണ്ട് ഓടിയതാ. പതിവില്ലാത്തൊരു ശുശ്രൂഷയാണ്. ദൈവം കാഴ്ചകൾ കാണിച്ച് ആളുകളെ ഓടിക്കുക. നമുക്ക് ചിലത് വേണം പ്രൊട്ടക്ഷന് വേണ്ടി. വേറൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ കേട്ടത്, രാത്രിയിൽ ആളുകൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുക. യേശു നേരിട്ട് വരുന്നതായി, ദൂതന്മാർ വരുന്നതായി സ്വപ്നം കാണുക. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം രാജ്യത്ത് നിന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, അങ്ങനെ സ്വപ്നം കണ്ട് കർത്താവിലേക്ക് വന്നവരിൽ 6 ലക്ഷത്തോളം ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന്. അതിനകത്ത് 1 ലക്ഷത്തിലധികം ആളുകൾ സ്നാനപ്പെട്ട് കഴിഞ്ഞു. ആരും സുവിശേഷം പറയാൻ പോയതല്ല, സ്വപ്നം കണ്ടവർ. ബാംഗ്ലൂർ പട്ടണത്തിൽ സ്വപ്നം കാണിക്കുന്ന ദൂതന്മാർ ഇറങ്ങി നടക്കട്ടെ. കർത്താവെ, അവിടെ ചെയ്യാമെങ്കിൽ ഇവിടെ ചെയ്താലത്തെ തകരാറെന്നാണ്. കർത്താവേ, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ, ദൈവിക പ്രവർത്തനങ്ങൾ നടക്കട്ടെ, മൂർച്ചയേറിയ പുതിയ ശുശ്രൂഷകൾ ദൈവമെന്നെടുക്കുവാൻ, തീയുടെ വെളിപ്പാടുള്ള ദൈവിക ദൂതന്മാർ ഈ ദിവസങ്ങളിൽ ഇറങ്ങുവാൻ ചില മൂർച്ചകൾ. സ്വപ്നം കണ്ട ആളുകൾ സ്നാനപ്പെടാൻ വരുന്നത് ഇവിടെ പുതുതല്ല. ഇതിനകത്ത് ഞാൻ മുക്കിയിട്ടുണ്ട്. സ്വപ്നം കണ്ടു വന്നവരെ രാത്രി കിടക്കുമ്പം പെന്തക്കോസുകാരെ ചീത്തയും പറഞ്ഞ് നടന്ന പുള്ളിയാ. തന്റെ സ്വപ്നം കാണുന്നു, എടുത്ത് എരിതിക്കകത്ത് ആരാണ്ട് ഇടുന്നു, ഞെട്ടിയോണന്നു, അയ്യോ നല്ലറിക്കൊണ്ട് വീട്ടുകാരുടെ ജീവിതം കളിയ. രാത്രി കിടന്ന് ഇങ്ങനെ അലറുന്നു, അടുത്ത ദിവസം പിന്നെയും കിടന്ന് അലറുക. എന്നാ പറ്റി? എടുത്ത് തീക്കകത്തിട്ടു, സ്വപ്നം കാണുക. അടുത്ത ദിവസം സ്വപ്നത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു, ഈ ബുധനാഴ്ച ഇന്ന നമ്പർ വീട്ടിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ പോയി കർത്താവിനെ സ്വീകരിച്ചു, ഇല്ല നീ നരകത്തിലാ. അങ്ങനെ കയറി വന്നതിനെ എനിക്കറിയാം. ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്.
സ്തോത്രം. ഇതൊന്നും പുതുതല്ല. ദൈവത്തിന് മൂർച്ചയുള്ള ശുശ്രൂഷകൾ തരാം. അടുത്ത പോയിന്റ് എടുത്തട്ടെ. സഭാ വളർച്ച. സഭാ വളർച്ച എന്ന് പറഞ്ഞാൽ 1 അംഗത്വത്തിൻ്റെ വളർച്ച, 2 വസ്തുവകകളുടെ വളർച്ച, 3 വിശുദ്ധിയിലുള്ള വളർച്ച, 4 ശുശ്രൂഷകളിലുള്ള വളർച്ച, 5 ഉന്നതന്മാർ സഭയ്ക്കകത്ത് വരിക, 6 സാമ്പത്തിക അനുഗ്രഹം സഭയ്ക്ക് പകരുക. ഈ 6 കാര്യങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കാം. കർത്താവേ, ഞങ്ങൾ ഈ 6 കാര്യങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു. വലിയൊരു വളർച്ച ഞങ്ങൾക്ക് തരണേ. ഈ 21 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ മുഖഭാവം മാറിയവരായി, ഒരു ഫോക്കസോടുകൂടെ തിരുമുമ്പിൽ ഇരിക്കുന്നതിനാൽ, ഒരു കാഴ്ചപ്പാടോടുകൂടെ ഇരിക്കുന്നതിനാൽ ദൈവസന്നിധിയിൽ വളരുവാൻ കർത്താവ് ഞങ്ങളെ വളർത്തിയാലും മഹത്വം മുഴുവൻ കർത്താവ് എടുത്താലും അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 7-ാമത്തേത് പുതിയ കെട്ടിടങ്ങൾ. 5-ാമത്തെ പോയിന്റിൽ പുതിയ കെട്ടിടങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിനകത്ത് 1 25,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു കെട്ടിടം പണിയാൻ ദൈവം ആവശ്യപ്പെട്ടു. 2 സൺഡേ സ്കൂളുകൾ, വിവിധ ഓഫീസുകൾ മുതലായിട്ടുള്ള സ്ഥലങ്ങൾ വേണം. 3 പാർക്കിംഗ് സംവിധാനങ്ങൾ വേണം. മറ്റനേക ക്രമീകരണങ്ങൾ വേണം. ഈ വലിപ്പമുള്ള കെട്ടിടത്തിൻ്റെ സ്ഥലം ദൈവത്തിൻ്റെ ഇരിക്കുക. കർത്താവ് അവിടെ മുതൽ ഇങ്ങോട്ട് റിലീസ് ചെയ്യാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഇത് റിലീസ് ചെയ്തു തരണേ. ഞങ്ങൾക്ക് വേണ്ടി ഇത് റിലീസ് ചെയ്തു തരണേ. അതിൻ്റെ സ്ഥലങ്ങളുടെ അതിർത്തികൾ തിരിച്ച് ദൈവം അത് റിലീസ് ചെയ്തു തരണമേ. കർത്താവ് കൽപ്പിച്ചത് ഇവിടെ നിർവഹിക്കപ്പെടണം. വലിയ കെട്ടിടങ്ങൾ, അതിൻ്റെ സ്ഥാപനങ്ങൾ, സാഹചര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചു തരണേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അടുത്തത് പട്ടണത്തിൻ്റെ വിടുതൽ. അശുദ്ധ ശക്തികൾ പട്ടണം വിട്ടുപോകണം. ദൈവ സാന്നിധ്യം പട്ടണത്തിൽ വെളിപ്പെട്ടു വരണം. നേതാക്കന്മാർ ദൈവഭയത്തിലാകണം. ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിലേ പട്ടണം വിടുവിക്കപ്പെടത്തുള്ളൂ. കർത്താവേ, ഞങ്ങൾ ഈ പട്ടണത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവിക വിശുദ്ധിയിൽ മുന്നേറുവാൻ കർത്താവ് ഞങ്ങളുടെ തരുന്നതിനായി സ്തോത്രം. കർത്താവേ, അശുദ്ധ ശക്തികളെ ശാസിച്ച് ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണേ. മഹത്വം കർത്താവ് എടുക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒടുവിൽ സ്റ്റേറ്റിൻ്റെയും രാജ്യത്തിൻ്റെയും വിടുതൽ ചോദിക്കാം. അധികം ശുശ്രൂഷകന്മാർ എഴുന്നേറ്റെങ്കിലേ അത് നടക്കും. പ്രവർത്തനങ്ങൾ നടന്നെങ്കിലേ മതിയാകൂ. ആ ശുശ്രൂഷകന്മാർക്ക് ഒരേ കാഴ്ചപ്പാടുണ്ടാകണം. അവർക്കൊരു ഐക്യത ഉണ്ടാകണം. പലയിടങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ടാകണം. ഈ കാര്യങ്ങൾ നടന്നാൽ ഭാരതം വിടുവിക്കപ്പെടും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ കർണാടക സ്റ്റേറ്റും ഞങ്ങളുടെ രാജ്യവും വിടുവിക്കപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അശുദ്ധ ശക്തികൾ മാറട്ടെ. ദൈവകൃപയുടെ വ്യാപാരം വ്യാപരിക്കട്ടെ. കർത്താവ് കാര്യങ്ങൾ ചെയ്യണേ. ഇന്ന് രാത്രിയിൽ കൊണ്ട് ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം. തിരുസാന്നിധ്യം ഇവിടം വരെ നിന്നതിനായി സ്തോത്രം. അനുഗ്രഹത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അയച്ചാലും നാളെ മുതൽ കർത്താവിൻ്റെ ദാസന്മാർ ഓരോരുത്തരും സമയത്തിനിവിടെ എത്തുവാനും വരേണ്ട വ്യക്തികളൊക്കെ വരുവാനും ദൈവപ്രവൃത്തികൾ നടക്കുവാനും ഞങ്ങളെ ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അത് ചെയ്തു വരണേ. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചെറിയ സമയം കൂടിപ്പോയി. ഐ എം സോറി ഫോർ ദാറ്റ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 10 മണിക്ക് സ്പിരിച്വൽ വാർഫെയർ സെക്ഷൻ ആരംഭിക്കും. അതിനകത്ത് പങ്കെടുക്കേണ്ടവർ മാത്രം രാവിലെ 10 മണിക്ക് വരാം. ബാക്കിയുള്ളവർ 10:30 എത്തുവാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു.